Hi my dear students, welcome to the session. So, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസിലാണെന്ന് അറിയാം. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സി 2020 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 2 hours ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളൊരു ടൈം എന്ന് പറയുന്നത്. സോ ഇതിന് 2 പാർട്സ് ഉണ്ട്. പാർട്ട് എ ബോട്ടണി ആണ് ആൻഡ് പാർട്ട് ബി സുവോളജി ആണ്. അപ്പോൾ നമ്മളിന്ന് ബോട്ടണി പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 15 minutes ആണ് നിങ്ങളുടെ കൂൾ ഓഫ് ടൈം ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ പാർട്ട് എ ബോട്ടണി എഴുതുന്നതിന് വേണ്ടി 1 hour. ഓക്കെ, 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണിയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ സുവോളജിയിലും 30 മാർക്സ് ആണ് 1 hourലാണ് നിങ്ങൾക്ക് 1 hour ആണ് നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അതുപോലെ നമ്മൾ ആൻസർ എഴുതുന്ന ടൈമിൽ നിങ്ങളുടെ സ്കോറും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ആ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ ബോട്ടണി പാർട്ട് 1 hour ആണ് എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ പല പല സെഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ എനി 3 questions ഫ്രം 1 to 5, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 to 5. ഏതെങ്കിലും 3 questions ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ എല്ലാത്തിനും ഓരോ മാർക്സ് വീതമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following has the largest population in a food chain? ഓക്കെ, നമുക്കറിയാം ഫുഡ് ചെയിനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫുഡ് ചെയിനിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ വരുന്നത് ഇതിൽ ഏതിലാണെന്നാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷറി കൺസ്യൂമേഴ്സ്. ഇതൊക്കെ എന്താണ്, ഒരു ഫുഡ് ചെയിനിനകത്തുള്ള പല പല ട്രോഫിക് ലെവൽസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ഈ ഓരോ ട്രോഫിക് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത് ഏത് ട്രോഫിക് ലെവലിലാണ് അല്ലേ. അത് നമുക്കറിയാം, ഒരു ഫുഡ് ചെയിനെ കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ട്രോഫിക് ലെവൽ അല്ലെ, ആദ്യത്തെ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ്. റൈറ്റ്, സോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഒരു ഫുഡ് ചെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. നമ്മൾ പിരമിഡും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിൽ വരുന്നത് ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആണ്. ആൻഡ് ദേ വിൽ ബി റെപ്രസെൻറ്റിങ് അതായത് ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ്. അതിലും കുറവാണ് നമ്മൾ എടുക്കുമ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ വരുന്നത്. ഓക്കെ, പിന്നെയും കുറവാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ആൻഡ് ടെർഷറി കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്രയാണ്? നമ്പേഴ്സ് വളരെ ചെറുതായിട്ട് ചുരുങ്ങും അല്ലേ. സോ ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. റൈറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ സെലക്ടബിൾ മാർക്കർ in PBR 322, right? So PBR 322 അറിയാം നമുക്ക്, which is a cloning vector അല്ലേ. ക്ലോണിംഗ് വെക്ടർ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡ് വെക്ടർ ആണ് PBR 322 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് PBR 322 ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടത് അതിൻ്റെ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു റീജിയൻ ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ORI, ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട്. അതുപോലെ തന്നെ റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, ROP എന്ന് പറയുന്നത്, പ്രോട്ടീൻസ് ഫോർ റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് എൻസൈമുകൾ ഉണ്ടായിരിക്കും. റെസ്ട്രിക്ഷൻ എൻസൈംസ്, റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഈ പറയുന്ന ക്ലോണിംഗ് വെക്ടറിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് EcoR1, BAM-H1, HIND3, ഓക്കെ, SAL1, അങ്ങനെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻ സൈറ്റുകൾ, എൻസൈമുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലോണിംഗ് വെക്ടറിൽ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഈ ക്ലോണിംഗ് വെക്ടറിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ജീൻ അതിനകത്ത് എക്സ്പ്രസ്ഡ് ആണോ ഇല്ലയോ എന്ന്, ആൻഡ് മീൻസ് അത് ട്രാൻസ്ഫോംഡ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ അത് വേറൊരു ഓർഗാൻസിലേക്ക് കൊടുക്കേണ്ടതാണ് ഈ വെക്ടറിനെ ഓൾ ടുഗെദർ. അപ്പോൾ അതിനകത്ത് ഇത് ട്രാൻസ്ഫോംഡ് ആണോ ഇല്ലയോ, എക്സ്പ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെലക്റ്റബിൾ മാർക്കേഴ്സാണ് 2 എണ്ണം. ദാറ്റ് ഈസ് AMPR, ആംപിസിലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ജീനും, അതുപോലെ തന്നെ TETR, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്, രണ്ടും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാണ് അല്ലേ. സോ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളെയാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോണിംഗ് വെക്ടർ നമ്മൾ പഠിക്കുമ്പോൾ. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ളത് ORI എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ്, റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയൻ ആണ്. HIND3 എന്ന് പറയുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈം അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് അതിനകത്തുള്ള. ദെൻ ROP എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഫോർ റിപ്ലിക്കേഷൻ ആണ്, ROP എന്ന് പറയുന്നത് അല്ലേ. ദെൻ AMPR ഇതാണ് എന്തായിട്ട് മാറുന്നത്? ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള
ഒരു ജീനാണ് ആൻഡ് this will be used as a selectable marker. Okay, so answer is AMPR. Next question. In aquatic systems, the limiting factors for the productivity. Okay, നമുക്കറിയാം productivity എന്താണ്? That is, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഓക്കെ പ്രൊഡ്യൂസേഴ്സ്, അതായത് അവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആളുകളാണ് പ്രൊഡ്യൂസേഴ്സ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഓർഗാനിക് മാറ്റർ അല്ലേ, അതായത് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഓർഗാനിക് മാറ്റർ അതാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി. അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദെയർ പ്രൊഡക്ടിവിറ്റി അല്ലേ. അപ്പം പ്രൊഡക്ടിവിറ്റിയുടെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ മാറ്റർ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് മീൻസ് അതിന് ആവശ്യം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എസ്പെഷ്യലി ഇൻ അക്വാട്ടിക് സിസ്റ്റംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ലൈറ്റ്. Okay, light will be acting as a limiting factor for productivity in aquatic systems. Okay, നമുക്ക് aquatic systems എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒത്തിരി പ്ലാന്റ്സും ആൽഗേസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്സും ആൽഗേസും ആണ് അക്വാട്ടിക് സിസ്റ്റത്തിനകത്ത് അവരുടെ എന്താ പറയുക പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. സോ ഈ പ്രൊഡ്യൂസേഴ്സ്, ഈ പ്ലാന്റ്സിനാണെങ്കിലും ആൽഗയ്ക്കാണെങ്കിലും ഒക്കെ ലൈറ്റ് ഇല്ല എങ്കിൽ, ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ദേ കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ്, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് വിൽ ബി ആക്ടിങ് ആസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ക്ലോൺ? ഓക്കെ, നമുക്കറിയാം എന്താണ് ക്ലോൺ. ക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എടുത്താൽ ആ ഓർഗാനിസത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഓസ്പ്രിങ് അല്ലേ, പ്രൊജനീനെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. ബിക്കോസ് അല്ലേ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തിന് എന്ത് സംഭവിക്കുകയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പാരൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഓർഗാനിസം, പാരൻ്റ് ഓർഗാനിസം, അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് അതിനുണ്ടാകുന്ന ഓസ്പ്രിങ്ങിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓസ്പ്രിങ് അല്ലെങ്കിൽ ദ പ്രൊജനി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് പാരൻറ്റ്, എ സിംഗിൾ പാരൻ്റ് ഈസ് ഇൻവോൾവിങ് ഹിയർ അല്ലേ. ഈ ഒരൊറ്റ പാരൻറ്റിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ടാണ് ഈ പ്രൊജനി ഉണ്ടാവുന്നത് അല്ലേ. സോ ഈ ക്ലോൺ എന്ന് പറയുന്ന അതിനൊരു ഫീച്ചറുണ്ട്, ദേ ആർ എക്സാക്റ്റ് കോപ്പി ഓഫ് ദെയർ പാരൻറ്റ്. അതായത് ഈ പാരൻസിനുള്ള എന്ത് ഫീച്ചേഴ്സാണോ ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ക്ലോൺസിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ബിക്കോസ് അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനും വേരിയേഷനും ഒന്നും നടക്കുന്നില്ല, റീകോമ്പിനേഷനും ഒന്നുമില്ല ഇവിടെ അല്ലേ. സോ എന്താണോ പാരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് അത് തന്നെ അതിൻ്റെ ഓസ്പ്രിങ്സിലേക്ക് കിട്ടുകയാണ് എക്സാക്റ്റ് ആയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി ദീസ് ക്ലോൺസ് ആർ സിമിലർ ടു ദെയർ പാരൻറ്റ്. ഓക്കെ, അതാണ് ക്ലോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ? Then next question, fill up the blank suitably. ഓക്കെ, സോ മോർട്ടാലിറ്റി നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ആ പോപ്പുലേഷനിലുള്ള ഡെത്ത് റേറ്റിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് മോർട്ടാലിറ്റി. സോ ദ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം എന്ന് പറയാൻ പറ്റും, ദാറ്റ് ഈസ് നേറ്റാലിറ്റി. ഓക്കെ, നേറ്റാലിറ്റി. This is number of birds, right? Then next session ആണ് അടുത്ത ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം 1 mark questions ആയിരിക്കും. Okay, so answer any 9 questions from question number 6 to 16 and each carries 2 marks എന്നാണ്. ഇനി നമ്മൾ ആൻസർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ മൂഡ് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനി വരുന്നതെല്ലാം 2 marks question. അപ്പം അതനുസരിച്ചിട്ട് 2 മാർക്കിനുള്ള രീതിയിലാണ് നമ്മൾ ഇനിയുള്ള ആൻസേഴ്സ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 6th question, what are the features which is required to facilitate cloning into a vector? വെക്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, PBR 322 പറഞ്ഞപ്പം. ഓക്കെ, അപ്പം ഒരു വെക്ടറിലേക്ക് ഒരു ക്ലോണിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് റിക്വയർഡ് അല്ലേ. ക്ലോണിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വെക്ടറിനകത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു വെക്ടറിന് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, നമ്മളൊരു PBR 322 പോലെ ഒരു വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ ഓക്കെ ഈ ഒരു വെക്ടർ കൺസിഡർ ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻസ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിന് വേണ്ടുന്നത്? അതിനൊരു ORI സീക്വൻസ് വേണം, ദാറ്റ് ഈസ് ഒരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ വേണ്ടി വരും. ദാറ്റ് ഈസ് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വെച്ചിട്ട് ഈ പറയുന്ന പർട്ടിക്കുലർ എന്താ പറയുക റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് സൈറ്റാണ് ORI എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഫോർ റിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ, ROP എന്ന് പറയുന്നത് റിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് വേണം. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട് റിസ്ട്രിക്ഷൻ എൻസൈമുകൾ അല്ലെങ്കിൽ റിസ്ട്രിക്ഷൻ സൈറ്റുകൾ വേണം. ഓക്കെ, സോ ORI എന്നുള്ളത് ഒരു ഫീച്ചറാണ്. ഓക്കെ, ORI വേണം. പിന്നെ അതുപോലെ തന്നെ റിസ്ട്രിക്ഷൻ എൻസൈമുകൾ സൈറ്റുകളും ഉണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ക്ലോണിങ് സൈറ്റ് വേണം. ഓക്കെ, ക്ലോണിങ്
സൈറ്റ്സ് ഉണ്ടായിരിക്കണം. ഒരു പർട്ടിക്കുലർ വെക്ടറിന് ക്ലോണിങ് സൈറ്റുകൾ വേണം. ആ ക്ലോണിങ് സൈറ്റിലേക്കാണ് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ക്ലോൺ ചെയ്ത് ചേർക്കുന്നത് അല്ലേ. പിന്നെ എന്ത് വേണം, അത് ട്രാൻസ്ഫോംഡ് ആയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്റ്റബിൾ മാർക്കേഴ്സ് നമുക്ക് വേണം അല്ലേ. സെലക്റ്റബിൾ മാർക്കേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. 2 ടൈപ്പ് PBR 322-ലാണെങ്കിൽ AMPR അതുപോലെ തന്നെ TETR. ഈ 2 സെലക്റ്റബിൾ മാർക്കേഴ്സ് ആണ്, ഈ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. ഇവരെയാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ബേസിക് ആയിട്ട് വേണ്ടുന്ന ഫീച്ചേഴ്സ് ORI, ക്ലോണിങ് സൈറ്റ്, സെലക്റ്റബിൾ മാർക്കേഴ്സ് ഒക്കെയാണ് വേണ്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമൻസാലിസം ആൻഡ് മ്യൂച്വലിസം അല്ലേ. നമ്മൾ പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് വരുന്ന 2 ടൈപ്പ് ഓഫ് ഇൻറ്ററാക്ഷൻ ആണ് കമൻസാലിസം അതുപോലെ തന്നെ മ്യൂച്വലിസം എന്ന് പറയുന്നത് അല്ലേ. സോ മ്യൂച്വലിസ്റ്റിക് റിലേഷൻ ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണ്, മ്യൂച്വലിസം എടുക്കുകയാണെന്ന് വിചാരിക്കുക. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്, 2 ഓർഗാനിസംസ് ഇൻവോൾവ് ആണ് അല്ലേ. റിലേഷൻഷിപ്പാണ്, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആണ്. അപ്പം 2 ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സേ A and B എന്ന് പറയുന്ന 2 ഓർഗാനിസംസ് എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ആൽഗെ, ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സീ ഫഞ്ചൈ. 2 ഓർഗാനിസംസ് ആണ്. ഓക്കെ, ബട്ട് ഇവിടെ ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ആൽഗയെ കൊണ്ട് ഫംഗിയയ്ക്കും അതുപോലെ ഫഞ്ചയെ കൊണ്ട് ആൽഗയ്ക്കും യൂസസ് ഉണ്ടാകും. Okay, that is both the organism which is involved in the interaction, they are getting benefited അല്ലേ. ഈ 2 ഓർഗാനിസത്തിനും എന്തോ കിട്ടുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് അവരുടെ ഇൻറ്ററാക്ഷൻ വഴിയായിട്ട്. സോ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് കമൻസാലിസം ആണെങ്കിൽ എന്ത് സംഭവിക്കും, കമൻസാലിസം ആണെന്ന് വിചാരിക്കുക. എന്താണ് അവിടുത്തെ റിലേഷൻഷിപ്പ് വരുന്നത്, 2 ഓർഗാനിസംസ് തന്നെ ഇവിടെയും ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. സോ ഈ 2 ഓർഗാനിസംസ് എയും ഉണ്ട് ബിയും ഉണ്ട്. പക്ഷേ ഈ ഒരു ഓർഗാനിസം ഇസ് ഗെറ്റിംഗ് സം ബെനിഫിറ്റ്സ്, വൺ ഇസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ് ആൻഡ് ദ അതർ വൺ ഇസ് neither benefited nor harmed എന്നുള്ളൊരു കണ്ടീഷനിലാണ് കമൻസാലിസം എന്ന് പറഞ്ഞൊരു ഇൻട്രാക്ഷൻ വരുന്നത് അല്ലേ. 2 ഓർഗാനിസംസ് ഇൻവോൾവ് ആവുന്നുണ്ട്, അതിനകത്ത് ഒരു ഓർഗാനിസത്തിന് കംപ്ലീറ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിന് ബെനിഫിറ്റും ഇല്ല, എന്നാൽ പ്രത്യേകിച്ച് നഷ്ടങ്ങളും ഒന്നുമില്ല, ഹാംനെസ്സും പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഓർക്കിഡ്സ് ഒക്കെ ഗ്രോ ചെയ്യുകയാണ്, പല ട്രീ ബ്രാഞ്ചസിലൊക്കെ ഓർക്കിഡ്സിൻ്റെ ഗ്രോത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഓർക്കിഡിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ട്രീ ബ്രാഞ്ചസിൽ. ബട്ട് ആ ട്രീ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർക്കിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രീക്ക് ബെനിഫിറ്റ്സും ഇല്ല, എന്നാൽ പ്രത്യേകിച്ചൊരു ഹാമും ഇല്ല. ഓക്കെ, ദീസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻസ് ആർ കോൾഡ് ആസ് കമൻസാലിസം. ആൻഡ് 2 പേർക്കും ബെനിഫിറ്റ്സ് ഉണ്ട് എങ്കിൽ അല്ലേ, നമുക്കറിയാം ലൈക്കൺസ്, ഈ ആൽഗയും ഫഞ്ചയും വരുന്ന ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കാണും, ലൈക്കൺസ് ആണ് അല്ലേ. അതായത് ഒരു ഫൈക്കോബിയോണ്ടും ഒരു മൈക്കോബിയോണ്ടും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ, ആൽഗയും ഫംഗിയും തമ്മിലാണ്, ബോത്ത് ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. ഓക്കെ, ദാറ്റ് ഈസ് മ്യൂച്വലിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the primary productivity and mention some factors that will affect this primary productivity. നമ്മൾ നേരത്തെ പ്രൊഡക്ടിവിറ്റി പറഞ്ഞിരുന്നു, അതുപോലെ തന്നെയാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മളൊരു എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ അവിടെയുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ഓക്കെ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഓർഗാനിക് മാറ്റർ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഒരു യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് ഏരിയയിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഓർഗാനിക് മാറ്ററിനെയാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് മേജറായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന എന്താണ്, പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ ന്യൂട്രിയൻസ് വേണം അല്ലേ. സോ ന്യൂട്രിയൻറ്റ് അവൈലബിലിറ്റി ഈസ് ദ മെയിൻ ഫാക്ടർ. Okay, nutrient availability. Nutrient availability is the മെയിൻ ഫാക്ടർ. ന്യൂട്രിയൻസ് ഉണ്ടെങ്കിലേ പ്രൊഡക്ടിവിറ്റി നടക്കത്തുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് പറയാം, ഒരു എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ ഓർഗാനിക് മാറ്റർ ആണല്ലോ. സോ ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ നമ്പറും അവരുടെ ടൈപ്സും, ഓക്കെ, സോ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്
ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ എക്കോസിസ്റ്റം. ഓക്കെ, ആ എക്കോസിസ്റ്റത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഏത് ടൈപ്പാണ്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതും ഒരു മെയിൻ ഫാക്ടറാണ്. പിന്നെ നമുക്ക് പറയാം ബേസിക്കായിട്ട് ലൈറ്റ് വേണം അല്ലേ, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ലൈറ്റ് നമുക്ക് ആവശ്യമാണ്. സോ ലൈറ്റ് ഇസ് എ ബേസിക് ഫാക്ടർ. ഓക്കെ, ലൈറ്റ് പറയാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. പിന്നെ നമുക്ക് വാട്ടറിൻ്റെ അവൈലബിലിറ്റി പറയാം, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, then next question number 9. Match the columns A and B. രണ്ട് കോളംസ് ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം, എയിൽ കൊടുത്തിട്ടുള്ളത് ബാസിലസ് തുറിഞ്ചിയൻസിസ്, തേർമസ് അക്വാറ്റിക്കസ്, എഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, സാൽമോണല്ല ടൈഫിമ്യൂറിയം. ബി സെക്ഷനിൽ ക്ലോണിംഗ് വെക്ടർ, കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് RDNA മോളിക്യൂൾ, DNA പോളിമറൈസ് ആൻഡ് ക്രൈ പ്രോട്ടീൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം എ നോക്കുകയാണെങ്കിൽ ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇതൊരു ബാക്ടീരിയ ആണ് അല്ലേ. സോ ഈ ബാസിലസ് തുറഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ഒരു ജീൻ ഐസൊലേറ്റ് ചെയ്യാറുണ്ട്, ദാറ്റ് ഈസ് BT ജീൻ. പഠിച്ചു കാണും അല്ലേ. സോ BT ജീൻ, ഈ BT ജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്രൈ പ്രോട്ടീൻസ്, ക്രിസ്റ്റലൈൻ പ്രോട്ടീൻസ് ഉണ്ട്, ക്രൈ പ്രോട്ടീൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോട്ടീൻസ്? അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്. വെൻ ഈ പറയുന്ന ജീനിനെ നമ്മൾ ഒരു ഇൻസെക്റ്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ പ്രോട്ടീൻസ് സോലിബിലൈസ്ഡ് ആയിട്ട് ഈ ജീൻസ്, ഈ പറഞ്ഞ ടോക്സിൻസ് ആക്ടിവേറ്റഡ് ആവുന്നത്. എന്നിട്ട് ആ ഇൻസെക്ട്സിനെ അത് നശിപ്പിച്ച് കളയും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ BT കോട്ടൺ, BT ബ്രിഞ്ചാളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കോട്ടൺ പ്ലാന്റിലും ബ്രിഞ്ചാളിലും ഒക്കെ ഉണ്ടാകുന്ന ഇൻസെക്ട്സ് അല്ലെങ്കിൽ വേം അറ്റാക്കിൽ നിന്നൊക്കെ ആ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BT ടോക്സിൻ അല്ലെങ്കിൽ BT ജീൻ ആ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അപ്പം ബാസിലസ് തുറഞ്ചിയൻസിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ക്രൈ പ്രോട്ടീൻസ് ആണ് അല്ലേ. സോ ക്രൈ പ്രോട്ടീൻസ്. ദെൻ തെർമസ് അക്വാറ്റിക്കസ്, എഗെയിൻ ഇതൊരു ബാക്ടീരിയ ആണ്. തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നൊരു എന്താ പറയുക ഒരു ജീനുണ്ട്, ദാറ്റ് ഈസ് ഒരു എൻസൈം ഇതിൽ നിന്നും നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ടാക് പോളിമറൈസ് എൻസൈം. ടാക് പോളിമറൈസ് എന്തിനു വേണ്ടിയിട്ടാണ് ടാക് പോളിമറൈസ് എൻസൈം എന്ന് പറഞ്ഞാൽ ഈ എൻസൈം തെർമോസ്റ്റേബിൾ ആയിട്ടുള്ളൊരു എൻസൈമാണ്. അതായത് ഏറ്റവും ഹൈ ടെമ്പറേച്ചേഴ്സിലും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു എൻസൈമാണ് ഈ ടാക് പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോളിമറൈസ് എൻസൈം എന്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് PCR റിയാക്ഷൻസിൽ അല്ലേ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ടാക് പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യാറുണ്ട്. അതായത് PCRൽ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ റിയാക്ഷൻസ് ആണ് അവിടെ ആദ്യം വരുന്നത് അല്ലേ, ഡീനേച്ചറേഷനൊക്കെ വേണ്ടിയിട്ട്. ഡീനേച്ചറേഷൻ, അനീലിംഗ്, അതുപോലെ തന്നെ എന്താ പറയുക എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈമർ അല്ലേ, അതൊക്കെ വരുമ്പോൾ സോ ഡീനേച്ചറേഷൻ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ഒക്കെ നമുക്ക് വേണം. അപ്പം ആ ടെമ്പറേച്ചേഴ്സിൽ ഡീആക്ടിവേറ്റ് ആയി പോകാണ്ട് ആക്റ്റീവായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ തെർമോസ്റ്റേബിൾ എൻസൈംസ് വേണം, ടാക് പോളിമറൈസ് പോലെ അല്ലേ. അപ്പം അതൊരു കൈൻഡ് ഓഫ് എന്താ നമുക്ക് പറയാം, ഒരു DNA പോളിമറൈസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. റൈറ്റ്, സോ ദാറ്റ് ഈസ് തെർമസ് അക്വാറ്റിക്കസ്. ദെൻ അടുത്തത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. എഗെയിൻ ഇതൊരു ബാക്ടീരിയ ആണ് അല്ലേ, ഇതൊരു സോയിൽ ബാക്ടീരിയ ആണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജീസിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ക്ലോണിംഗ് വെക്ടർ ആയിട്ടാണത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ക്ലോണിംഗ് വെക്ടർ ആണ്. പ്ലാന്റിൻ്റെ എന്താ പറയുക പ്ലാന്റ്സിനകത്തേക്ക് ഒരു പർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സോയിൽ ബാക്ടീരിയം അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെയാണ് ക്ലോണിംഗ് വെക്ടർ ആയിട്ട് എടുക്കുന്നത്. അതിലേക്കാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആദ്യം ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെയാണ് നമ്മൾ ആ എൻറ്റയർ പ്ലാന്റിനകത്തേക്ക് കൊടുക്കുന്നത്. ഓക്കെ, പല രീതിയിൽ പല ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തുക. ഓക്കെ, അപ്പോൾ ഒരു ക്ലോണിംഗ് വെക്ടർ ആണത്. ദെൻ അടുത്തത് സാൽമോണല്ല ടൈഫിമ്യൂറിയം. ഓക്കെ, ഇതും ഒരു ബാക്ടീരിയ ആണ്. സാൽമോണല്ല എന്ന് പറയുന്നൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയാസൊക്കെ മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക കൺസ്ട്രക്ഷൻ ഓഫ് ഫസ്റ്റ് RDNA മോളിക്യൂൾ, ഇതാണ് ഇതിന് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് RDNA മീൻസ് റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ. ആദ്യത്തെ റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പം ഇത് ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസിനും അതുപോലെ തന്നെ ഡിറ്റക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് RDNA ടെക്നോളജീസിലാണ് കൂടുതൽ ഈ ബാക്ടീരിയ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഈ കോളം മാച്ച് ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Identify the types of population growth noted in the graph as A and B. ഓക്കെ, ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലേ. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പോപ്പുലേഷൻ ഗ്രോത്ത്, നമ്മൾ ഗ്രോത്ത് കർവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രോത്ത് കർവിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയായിരുന്നു രണ്ട് രീതിയിൽ എന്ന് പറയുന്നത്? ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്തും. ഓക്കെ, എക്സ്പോണൻഷ്യൽ
എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, വേറൊന്നെന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത്. അപ്പോൾ ഈ രണ്ട് ഗ്രോത്ത് പാറ്റേണും ഗ്രോത്ത് എന്താ പറയുക ഗ്രാഫും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ആണ് ഈ ഗ്രാഫിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ എ എന്നും ബി എന്നും ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം എ ഒന്ന് നോക്കുക, ഇവിടെ ഒരു ടൈം പീരീഡ് അനുസരിച്ച് റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അല്ലേ. സോ ഇവിടെ ആ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് അല്ലേ. ഒരു ജെ ഷേപ്ഡ് ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ജെ ഷേപ്ഡ് ആണ്. ആൻഡ് അതിൻ്റെ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് dn/dt = Rn എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലേ. ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരിക്കുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് Rn എന്നുള്ള രീതിയിലാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും എല്ലാം മൈനസ് ചെയ്തിട്ട് ആ ഡെൻസിറ്റി അല്ല എത്ര നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് എത്തുക. അപ്പം ജെ ഷേപ്ഡ് കർവാണ്, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, dn/dt = Rn എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് ദിസ് ഇസ് A will be explaining the exponential growth ഓക്കെ ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെയാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം റിസോഴ്സസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും, റിസോഴ്സസ് ലിമിറ്റ് ആവുന്നില്ല. റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് കർവ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കാം, ബിയിലേക്ക് നോക്കി കഴിയുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്. അവിടെ എന്ന് പറയുന്ന ഒരു എസ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു സിഗ്മോയിഡ് കർവാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സിഗ്മോയിഡ് കർവാണ്, ഗ്രോത്ത് കർവാണ് നമുക്ക് കാണുന്നത്. ആൻഡ് അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ് അല്ലേ, dn/dt = Rn × k - n/k. k എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയാണ് അല്ലേ. സോ അതായത് എത്രത്തോളം ഓർഗാനിസത്തിനെ ആ പോപ്പുലേഷനിൽ ക്യാരി ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ അത് വെച്ച് മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. റൈറ്റ്, സോ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു എസ് ഷേപ്ഡ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ബി റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനെയാണ്, ലോജിസ്റ്റിക് ഗ്രോത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. സോ അത് നമ്മൾ ഓർത്തിരിക്കുക. ആൻഡ് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, അതിങ്ങനെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസോഴ്സസ് അൺഅവൈലബിൾ ആവുന്നൊരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ലിമിറ്റഡ് ആവും, റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആവുമ്പോൾ പിന്നെ എന്താണ് ഡെൻസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവുന്നില്ല, അത് സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ഗ്രാഫ്. ഓക്കെ, അതുകൊണ്ടാണ് സിഗ്മോയിഡ് ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദിസ് ഗ്രാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the inactive protoxin of Bacillus thuringiensis gets converted into an active toxin when it is injected into an insect? ഓക്കെ, അതായത് എന്താണ് ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ഓക്കെ ഓഫ് ബാസിലസ് തുറഞ്ചിയൻസിസ്. നമ്മൾ നേരത്തെ BT ടോക്സിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, BT ടോക്സിൻ ആണ്, BT ജീൻ അല്ലേ, അതിൽ നിന്നും കിട്ടുന്ന ടോക്സിനാണ് BT ടോക്സിൻ. സോ ആ ഒരു പ്രോട്ടോക്സിൻ അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ആദ്യം ഇരിക്കുന്നത് അല്ലേ, അതൊരു ആക്റ്റീവ് ഫോമിലല്ല. പിന്നീട് അത് ഒരു ഇൻസെക്റ്റിൻ്റെ ഗട്ടിലേക്ക് നമ്മൾ അതിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ടോക്സിൻ ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പം എങ്ങനെയാണ് ഈ ആക്ടിവേഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ എങ്ങനെയായിരിക്കും നടക്കുന്നത്, നമ്മൾ ഈ പറയുന്ന BT ടോക്സിനെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, BT ടോക്സിൻ അത് അതിൻ്റെ പ്രോടോക്സിൻ ഫോമിലാണ് ഇരിക്കുക, ദാറ്റ് ഈസ് ഇനാക്റ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത്. പ്രോടോക്സിൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, when this enter into an insect, ഒരു ഇൻസെക്ട്സിൻ്റെ ഗട്ടിലേക്ക് ഈ ടോക്സിൻ എൻ്റർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ആക്ടിവേറ്റഡ് ആയിട്ട് മാറുന്നത്. കാരണം ഒരു ഇൻസെക്റ്റിൻ്റെ ഗട്ടിലേക്ക് ഈ പറയുന്ന ടോക്സിൻ എൻ്റർ ചെയ്യുമ്പോൾ ഈ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയായിട്ടാണ് ടോക്സിൻ എൻ്റർ ചെയ്യുന്നത്. സോ എൻ്റർ ചെയ്ത് കഴിയുമ്പം ഈ ടോക്സിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഏതാണ് ആ പ്രോട്ടീൻസ്, ദേ ആർ ആക്ച്വലി ക്രൈ പ്രോട്ടീൻസ് ആണ് അല്ലേ. ക്രൈ പ്രോട്ടീൻസ്, ക്രിസ്റ്റലൈൻ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ക്രൈ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ അവിടുത്തെ pH എന്ന് പറയുന്നതൊരു എന്താണ് ആൽക്കലൈൻ pH ആണ്. ഒരു ആൽക്കലൈൻ pH ആണ് ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ വരുന്നത്. അപ്പം ഈ ആൽക്കലൈൻ pH കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിസ്റ്റലൈൻ പ്രോട്ടീൻസിന് സോളിബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ദിസ് ക്രൈ പ്രോട്ടീൻസ് വിൽ ഗെറ്റ് സോളിബിലൈസ്ഡ് ഇൻ ദിസ് ആൽക്കലൈൻ pH ഇൻസൈഡ് ദ ഗട്ട് ഓഫ് ദ ഇൻസെക്റ്റ്. അത് സോളിബിലൈസ് ആയി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ടോക്സിൻസ് ആക്ടിവേറ്റഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആക്ടിവേറ്റഡ് ആവുന്നു. വാട്ട് വിൽ ഹാപ്പൻസ് ടു ദ ഇൻസെക്റ്റ് ആഫ്റ്റർ ദാറ്റ്, ഇൻസെക്ട്സിന് എന്ത് സംഭവിക്കും, ആ ഇൻസെക്ട്സിൻ്റെ സെൽസ് ഓക്കെ സ്വെല്ലിംഗ് സംഭവിക്കും, സ്വെല്ലിംഗ് ഓഫ് ദ സെൽസ്
ഓക്കെ, അതിൻ്റെ മിഡ് ഗട്ട് റീജിയനിലുള്ള സെൽസിന് സ്വെല്ലിംഗ് സംഭവിക്കുന്നു. അറ്റ് ലാസ്റ്റ് ആ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ലൈസിസ് സംഭവിക്കുന്നു. അതെല്ലാം പൊട്ടി പോകുന്നു അല്ലേ. അപ്പം ലൈസിസ് സംഭവിച്ചു കഴിയുമ്പോൾ ദെൻ ദ ഇൻസെക്ട് വിൽ ഗെറ്റ് ഡൈഡ്. അതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പം ഈ പ്ലാന്റിനകത്ത് ഇൻസെക്റ്റ് പിന്നെ വർക്ക് ചെയ്യത്തേയില്ല വെൻ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്, ദിസ് ടോക്സിൻ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ പ്ലാന്റ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നത്. ഈ പറഞ്ഞ BT ടോക്സിൻ, പ്രോടോക്സിൻ ആക്ടിവേറ്റഡ് ആയിട്ട് മാറുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below is a data showing a number of individuals and a dry weight of different trophic levels in a grassland ecosystem. Okay, you have to construct the pyramid of number and the pyramid of biomass using this data. ഈ ഡേറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾ pyramid of numberും ബയോമാസും കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നോക്കുക, ഓരോ ട്രോഫിക് ലെവൽസ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമേഴ്സ് തന്നിട്ടുണ്ട്. അവരുടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും. ഓക്കെ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്, നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും ബേസിക് ലെവലിൽ വരിക അല്ലേ. ഒരു ഫുഡ് ചെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അപ്പം അവരാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉണ്ടായിരിക്കുന്നത് അല്ലേ. സോ നമ്പർ നോക്കുക. ഓക്കെ, സോ അടുത്തത് പിന്നെ കൂടുതൽ നമ്പർ വരുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. പിന്നെ നമ്പേഴ്സ് ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത് അല്ലേ. സോ ഏറ്റവും ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ഓഫ് കാർണിവോഴ്സ് ആണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ നമ്പർ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ പിരമിഡ് ഓഫ് നമ്പറിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്കിതാ ഇതുപോലെ വരയ്ക്കാം അല്ലേ. പിരമിഡ് ഓഫ് നമ്പർ. ഇവിടെ എന്ത് വരും? നമുക്ക് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, ഏറ്റവും ലാർജ് പോപ്പുലേഷൻ, നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അതാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ് വരുന്നത്. പിന്നെ വരുന്നത് ആരാണ്? പ്രൈമറി കൺസ്യൂമേഴ്സ്. അവരെ കൺസ്യൂം ചെയ്യുന്നവരാണ്. ഓക്കെ, ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. അതിൻ്റെ നമ്പർ കുറഞ്ഞാണ് വരുന്നത് അല്ലേ, കുറഞ്ഞാണ് വരുന്നത്. പിന്നെ വരുന്നത് ആരാണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അടുത്ത ലെവലിൽ നമുക്ക് സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് വരുന്നത്. ദെൻ അവരെ ഫീഡ് ചെയ്യുന്നവരാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ വരിക. ദാറ്റ് ഈസ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ടെർഷ്യറി കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോൾ അവരുടെ നമ്പർ ഏറ്റവും മിനിമം നമ്പറാണ് അവരുണ്ടാകത്തുള്ളൂ. അപ്പം ഇതാണ് ഒരു പിരമിഡ് ഓഫ് നമ്പറിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ് പറഞ്ഞേക്കുന്നത്. ബയോമാസിൻ്റെ പിരമിഡ് നോക്കുക. അതിനകത്ത് തന്നേക്കുന്ന ഡാറ്റ നോക്കുക. ഏറ്റവും കൂടുതൽ ബയോമാസ് കാണുന്നത് എവിടെയാണ്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോമാസിൻ്റെ അളവ് കുറഞ്ഞാണ് വരുന്നത്. ടെർഷ്യറി കൺസ്യൂമേഴ്സ് എത്തുമ്പോഴത്തേക്കും ബയോമാസ് ഡ്രൈ വെയിറ്റ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ഏറ്റവും ലോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസിനെ നമുക്ക് ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഡ്രൈ വെയിറ്റ് വരുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനാണ്. ഓക്കെ, പിന്നെ ഡ്രൈ വെയിറ്റ് കൂടുതൽ വരുന്നത് ദാറ്റ് ഈസ് 37. അത് വരുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സിനാണ്. പിന്നെ വരുന്നത് 11 എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. പിന്നെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ബയോമാസ് കാണിക്കുന്നത് ആരാണ്? 1.5. അതായത് ദാറ്റ് ഈസ് ടെർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് കൺസ്ട്രക്ട് ചെയ്യാം, പിരമിഡ് ഓഫ് നമ്പറും കൺസ്ട്രക്ട് ചെയ്യാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫോൾസ് ഫ്രൂട്ട്? അല്ലേ, നമ്മൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്റ്റഡിയൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ഫോൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ട്സും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഓക്കെ, ട്രൂ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ഫ്രൂട്ട്സ് വിച്ച് വിൽ ബി ഡെവലപ്പിംഗ് ഫ്രം, ട്രൂ ഫ്രൂട്ട്സ് ആർ ഡെവലപ്പിംഗ് ഫ്രം ദ ഓവറി ഓഫ് എ ഫ്ലവർ അല്ലേ. ഓവറിയിൽ നിന്ന്, ഓവറി ആണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത് എങ്കിൽ, ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓവറിയിൽ നിന്നാണ് ഒരു ഫ്രൂട്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സിനെ നമുക്ക് എന്ത് പറയാം? ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഇനി വേറെ ചില ഫ്രൂട്ട്സിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ദ പാർട്സ് വിച്ച് ഇസ് അതർ ദാൻ ഓവറി വിൽ ബി ഫോംഡ് ഇൻ ടു ആ ഫ്രൂട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. ഓക്കെ, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓവറി അല്ല, എനി പാർട്സ് അതർ ദാൻ ഓവറിയാണ്. ഓക്കെ, എനി പാർട്സ് അതർ ദാൻ ഓവറി. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടാണ് ആക്ച്വലി. ഓക്കെ, സോ ആപ്പിളിനകത്ത് എന്ന് പറയുന്നത് തലാമസ് എന്ന് പറയുന്ന റീജിയൻ ആണ്. നമ്മൾ ഫ്ലവറൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ തലാമസ് എന്ന് പറയുന്ന റിസെപ്റ്റക്കിൾ റീജിയൻ ആണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾസ് ഫ്രൂട്ടാണ് അല്ലേ. സോ അതാണ് ഫോൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
Then what is gene therapy? ഓക്കെ, ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അതിലൊക്കെ നമ്മൾ ജീൻ തെറാപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്? ജീൻ തെറാപ്പി എന്ന് പറഞ്ഞത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസ്, ഒരു ജീൻ ഡിഫക്റ്റീവ് ആണ് എങ്കിൽ, ഓക്കെ, ഡിഫക്റ്റീവ് ജീൻസിനെ, ഡിഫക്റ്റീവ് ആയിട്ടുള്ളൊരു ജീൻ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായെങ്കിൽ, മീൻസ് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണോ ഉള്ളതെങ്കിൽ, ആ ജീനിനെ, ഡിഫക്റ്റീവ് ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ ഫങ്ഷണൽ ജീൻ. ഒരു ഫങ്ഷണൽ ജീനുമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് എന്താ പറയുക, ഈ ഡിഫക്റ്റീവ് ജീൻ വഴിയായിട്ട് ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിസീസ് വന്നേക്കാം. ഓക്കെ, ഒരു ഡിസീസ് ഉണ്ടായി. അപ്പോൾ ഈ ഡിഫക്റ്റീവ് ജീനിനെ നമ്മളത് മനസ്സിലാക്കി, ഈ ഒരു ജീൻ കാരണമാണ് ആ ഡിസീസ് ഉണ്ടായത്. സോ നമ്മൾ ആ പർട്ടിക്കുലർ ജീനിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ജീനിൻ്റെ സ്ഥാനത്ത്, ഡിഫക്റ്റീവ് ജീനിൻ്റെ സ്ഥാനത്ത് നമ്മൾ സെയിം ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ജീനിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ബൈ മീൻസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ആൻഡ് ഓൾ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ടെക്നിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, മെഡിക്കൽ ഫീൽഡ്, ഓക്കെ, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക്സിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് വന്നിട്ടുണ്ട് ADA ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഓക്കെ, ADA എന്ന് പറയുന്നൊരു ജീനുണ്ട്, അഡിനോസിൻ ഡീഅമിനേസ്. ഓക്കെ, സോ ആ ADA ജീനിന് ഒരു ഡിഫക്റ്റ് സംഭവിച്ചിട്ട് SCID എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസീസ് ഉണ്ടായി. അത് ഫസ്റ്റ് കണ്ട ഈ ജീൻ തെറാപ്പി ഫസ്റ്റ് ആപ്ലിക്കബിൾ ആവുന്നത് ഒരു 4 years ഓൾഡ് ഗേളിലാണ്. സോ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നൊരു ഡിസീസാണ് ആ കുട്ടിക്ക് വരുന്നത്. കാരണം എന്താണ്, അതിൻ്റെ ADA ജീൻ എന്തെങ്കിലും അതിനൊരു ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ADA ജീനിനെ മാറ്റിയിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ADA ജീനിനെ നമ്മൾ അതിലേക്ക്, ആ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അഡിനോസിൻ ഡീഅമിനേസ് ഒരു എൻസൈമാണത്. അപ്പം അത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ADA നമ്മൾ അതിനകത്തേക്ക്, ആ കുട്ടിയുടെ ബോഡിക്കകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡിസീസ് കണ്ടീഷൻ അതിന് നമുക്ക് ക്യൂർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, how can we make a host cell competent to receive a foreign gene or DNA? സോ ഒരു ഹോസ്റ്റ് സെല്ല് ഒരു ഫോറിൻ DNA അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീനിനെ റിസീവ് ചെയ്യാൻ എങ്ങനെയാണ് ദേ ആർ ബിക്കം കോമ്പീറ്റൻറ്റ്, എങ്ങനെയാണ് അവർ കോമ്പീറ്റൻ്റ് ആവുന്നത്, എങ്ങനെയാണ് ആ ഫോറിൻ DNA അതിലേക്ക്, ആ സെല്ലിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കൊരു ഹോസ്റ്റ് സെല്ല് വേണം ആൻഡ് വി ഹാവ് എ റീകോമ്പിനൻറ്റ് DNA വിത്ത് അസ്, റൈറ്റ്. സോ ഇതിന് ആ റീകോമ്പിനൻറ്റ് DNA ആണ് ഹോസ്റ്റ് സെല്ലിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യിപ്പിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഹോസ്റ്റ് സെല്ലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ കോമ്പീറ്റൻ്റ് ആക്കുന്നത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ നമ്മളൊരു ഹോസ്റ്റ് സെല്ല് എടുക്കുക. ഓക്കെ, ആൻഡ് ഈ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ഒരു ഡൈവാലൻ്റ് കാറ്റയോണുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഡൈവാലൻ്റ് കാറ്റയോൺ. ഓക്കെ, ഡൈവാലൻ്റ് കാറ്റയോണുമായി ഈ ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. മെയിൻലി യൂഷ്വലി കാൽഷ്യം ക്ലോറൈഡ്, ഓക്കെ, കാൽഷ്യം Ca2+ അയൻസ് ആണ് ഇതിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഡൈവാലൻ്റ് കാറ്റയോണായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എന്താ പറയുക, ഈ കാറ്റയോണുമായിട്ട് ഹോസ്റ്റ് സെൽസ് എന്താ പറയുക റിയാക്ട് ചെയ്യുകയാണ്, ഇവരുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദ ഹോസ്റ്റ് സെൽ ഇസ് മോർ എഫിഷ്യൻറ്റ് ടു ടേക്ക് അപ്പ് ദ recombinant DNA. Okay, so they will entering into the host cell. The recombinant DNA will be entering into the host cell through the pores present on the walls of the host cell. Okay, so അതൊരു മെത്തേഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില കേസസിൽ ഈ റീകോമ്പിനൻറ്റ് DNA ചിലപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ എൻ്റർ ചെയ്തില്ല എങ്കിൽ പോലും ചിലത് പുറത്തുണ്ടാവും, ഈ റീകോമ്പിനൻറ്റ് DNAs എൻ്റർ ചെയ്യാതെ ഉണ്ടായിരിക്കും. സോ ആ റീകോമ്പിനൻറ്റ് DNAസിനെ കൂടെ നമ്മൾ ഫോഴ്സിബിളി ഈ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് ഈ ഹോസ്റ്റ് സെല്ലിനെയും നമ്മളുടെ ഹോസ്റ്റ് സെല്ലും അതുപോലെ തന്നെ നമ്മളുടെ റീകോമ്പിനൻറ്റ് DNA ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, റീകോമ്പിനൻറ്റ് DNA is available. സോ നമ്മളുടെ ഹോസ്റ്റ് സെല്ലിനെയും ഓക്കെ ഈ റീകോമ്പിനൻറ്റ് DNAയും കൂടെ ഒരുമിച്ച് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം അതിനെ നമ്മൾ ഐസിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നത് ഒരുമിച്ച്. ഓക്കെ, ദെൻ ദേ വിൽ ബി എൻറ്ററിങ് ഇൻ ടു, അല്ലെങ്കിൽ ദേ വിൽ ബി ഗിവൺ ടു ഹീറ്റ് ഷോക്ക്. നമ്മളൊരു ഹീറ്റ് ഷോക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്, ഐസിൽ വയ്ക്കുന്നു, ദെൻ നമ്മളൊരു ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു. എഗെയിൻ ഈ കണ്ടീഷനെ നമ്മൾ വീണ്ടും നമ്മൾ ഐസിലേക്ക് തന്നെ ഗെറ്റ് ബാക്ക് ടു ഐസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് സെൽസ് ദേ ആർ മോർ പെർമിയബിൾ ടു റിസീവ് ദിസ് റീകോമ്പിനൻറ്റ് DNA. ഓക്കെ, സോ ദ DNA വിൽ ബി എൻറ്ററിങ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ.
ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഹോസ്റ്റ് സെല്ലിന്, ഇപ്പോൾ അതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിലും ആ സെല്ലിനെ നമ്മൾ കോമ്പീറ്റൻ്റ് ആക്കുന്നത് ടു റിസീവ് ദാറ്റ് റീകോമ്പിനൻറ്റ് DNA ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, early diagnosis is essential for the effective treatment of a disease. ഒരു ഡിസീസിൻ്റെ എഫക്റ്റീവായിട്ട് ആ ഒരു ഡിസീസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിസീസിനെ കുറിച്ച് നമുക്ക് നേരത്തെ ഒരു മുന്നറിവ് ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് ഏർലി അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ റൈറ്റ് എനി 2 molecular diagnostic methods. സോ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഏതെങ്കിലും 2 എണ്ണം ഒന്ന് പറയാനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പറയാൻ പറ്റും? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏത് പറയാം? ദാറ്റ് ഈസ് യെസ്, നമുക്ക് പറയാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് PCR എന്ന് പറയുന്നത് അല്ലേ. മോളിക്കുലാർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമുക്ക് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കാം അല്ലേ. PCR എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് അല്ലേ. നമുക്ക് അവിടെ എന്ത് സംഭവിക്കാൻ പറ്റും? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡിസീസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ജീൻ ഓഫ് ഒരു ഫ്രാഗ്മെൻറ്റ് ഉണ്ട്, ആ ഫ്രാഗ്മെൻറ്റിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് PCR യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണമാണ് എലൈസ എന്ന് പറയുന്നത്. എലൈസ, ദാറ്റ് ഈസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ എന്ന് പറയുന്ന എലൈസ എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? HIV ഒക്കെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എലൈസ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ ബ്ലഡിനകത്തുള്ള ആൻറ്റിബോഡീസ് അല്ലേ, നമ്മുടെ ബ്ലഡിനകത്തുള്ള ആൻറ്റിബോഡീസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ആൻറ്റിബോഡീസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ബ്ലഡിനകത്തുള്ള. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എലൈസ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജീസ്, RDNA ടെക്നോളജീസ്, പിന്നെ അതുപോലെ അങ്ങനെ ഓട്ടോ റേഡിയോഗ്രാഫി, അങ്ങനെയുള്ള പല ടെക്നിക്സ് നമുക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഒരു സെഷനാണ്, അടുത്ത സെഷനാണ്. ആൻസർ എനി 3 questions ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 17 to 20 ആൻഡ് ഈച്ച് ക്യാരീസ് 3 marks. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മോഡ് മാറിയെങ്കിൽ ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 17 to 20 വരെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത്. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഈ ടേംസ് ഡിഫൈൻ ചെയ്യാനാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോഗാമി, ദെൻ ജീറ്റനോഗാമി, ദെൻ സീനോഗാമിയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നോക്കാം. നമുക്കറിയാം ഈ ഓട്ടോഗാമി അതുപോലെ തന്നെ ജീറ്റനോഗാമി, ഇത് രണ്ടും എന്താണ്? യെസ്, ദാറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ്റെ 2 മെത്തേഡ്സ് ആണ് അല്ലേ. സോ സെൽഫ് പോളിനേഷൻ, ഓട്ടോഗാമിയും ജീറ്റനോഗാമിയും. ദെൻ ഈ സീനോഗാമി എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ്റെ ഒരു മെത്തേഡാണ്. ക്രോസ് പോളിനേഷനെയാണ് നമ്മൾ സീനോഗാമി എന്ന് പറയുന്നത് അല്ലേ, ക്രോസ് പോളിനേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഓട്ടോഗാമിയും ജീറ്റനോഗാമിയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓട്ടോഗാമി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സിംഗിൾ പ്ലാന്റ് ആണ് ഇൻവോൾവ് ആവുന്നത്, ഒരു സിംഗിൾ ഫ്ലവർ ആണ് ഇൻവോൾവ് ആവുന്നത്, റൈറ്റ്. അപ്പം ആ ഒരു ഫ്ലവറിനകത്തുള്ള ആന്തേഴ്സിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിനകത്തുള്ള സ്റ്റിഗ്മയിലായിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു സിംഗിൾ ഫ്ലവറിലാണ് ഈ പറഞ്ഞ പോളിനേഷൻ നടക്കുക. ഓക്കെ, ദ ആന്തേഴ്സ് ഫ്രം എ ഫ്ലവർ വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓട്ടോഗാമി. ദെൻ ജീറ്റനോഗാമി എന്താണ്? ദാറ്റ് മീൻസ് അവിടെ ഒരു പ്ലാന്റ് ആണ് പക്ഷേ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണ് ഇൻവോൾവ് ആവുന്നത്, ശരിയല്ലേ. സോ ഒരു ഫ്ലവറിനകത്തുള്ള ആന്തേഴ്സിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിൻ്റെ തന്നെ വേറെ ഒരു ഫ്ലവറിനകത്തായിരിക്കും അതിൻ്റെ സ്റ്റിഗ്മയിലായിരിക്കും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ജീറ്റനോഗാമി. അപ്പം ഒരേ പ്ലാന്റ് തന്നെയാണ് പക്ഷേ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സാണ് ജീറ്റനോഗാമിയിൽ വരുന്നത്. പക്ഷേ ഓട്ടോഗാമിയിൽ ഒരു ഫ്ലവറേ ഇൻവോൾവ് ആവുന്നുള്ളൂ. ഇനി സീനോഗാമി എന്ന് പറയുമ്പോൾ മെൻറ്റലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അവിടെ 2 ഡിഫറെൻറ്റ് പ്ലാന്റുകളും 2 ഫ്ലവേഴ്സുമാണ് ഇൻവോൾവ് ആകുന്നത് അല്ലേ. അപ്പം ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ്, ആന്തേഴ്സിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് വേറെ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിനകത്തുള്ള സ്റ്റിഗ്മയിലായിരിക്കും വന്ന് പതിക്കുക, എന്നിട്ടാണ് പോളിനേഷൻ സംഭവിക്കുക, റൈറ്റ്. സോ ഇവിടെ എന്താണ്? 2 പ്ലാന്റ്സ് ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ സീനോഗാമി. ഓക്കെ, ജീറ്റനോഗാമിയിൽ ഒരു സിംഗിൾ പ്ലാന്റ് ആയിരിക്കും ഇൻവോൾവ് ആകുന്നത്, പക്ഷേ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു സെയിം ഫ്ലവറിലാണ് പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അങ്ങനെയാണ് നമുക്ക് ഇത് ഓരോ ടേംസിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് ഐഡൻറ്റിഫൈഡ് a useful gene in a bacteria. ഒരു ബാക്ടീരിയയിൽ നമ്മളൊരു ജീൻ യൂസ്ഫുൾ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സോ മേക്ക് എ ഫ്ലോ ചാർട്ട് ഓഫ് ദി സ്റ്റെപ്സ് ദാറ്റ് യു വുഡ് ഫോളോ ടു ട്രാൻസ്ഫർ ദിസ് ജീൻ ഇൻ ടു എ പ്ലാന്റ്. അപ്പോൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഒരു പ്ലാന്റിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഐസൊലേറ്റ് ദാറ്റ് DNA അല്ലേ. സോ ഐസൊലേഷൻ ഓഫ് ദാറ്റ് DNA,
ആ ബാക്ടീരിയക്കകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു DNA ഉണ്ടല്ലോ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയ DNA നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കണം, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ DNA നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് ആക്കണം. ഓക്കെ, സോ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം അല്ലേ, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിച്ച് അതിനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കണം, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കണം. ദെൻ വാട്ട് വിൽ ഹാപ്പൻസ്, ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദീസ് DNA ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ, ഈ ഓരോ ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദാറ്റ് DNA ഫ്രാഗ്മെൻറ്റ്. ആ DNA ഫ്രാഗ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഫ്രാഗ്മെൻറ്റ്സിനെയും ഐസൊലേറ്റ് ചെയ്യുക, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആഫ്റ്റർ ദാറ്റ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്, വാട്ട് വിൽ ഹാപ്പൻ, ആ ഒരു പർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് നമുക്ക് ഒത്തിരി കോപ്പീസ് ഉണ്ടാക്കണം. സോ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ് അല്ലേ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ദാറ്റ് DNA ഫ്രാഗ്മെൻറ്റ് യൂസിങ്, നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, യെസ് നമ്മളുടെ PCR ടെക്നോളജി, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യണം. അപ്പം ഒത്തിരി കോപ്പീസ് ഓഫ് ദാറ്റ് ജീൻ ഉണ്ടായി നമുക്ക്. ഇനി എന്ത് ചെയ്യണം, ഈ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ വെക്റ്റർ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദാറ്റ് DNA ഇൻടു ആ വെക്റ്റർ, ഒരു വെക്റ്ററിനകത്ത് നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു വെക്റ്റർ ത്രൂ ആണ് ട്രാൻസ്ഫർമേഷൻ നടക്കത്തുള്ളൂ അല്ലേ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, ദെൻ നമ്മൾ ഈ പർട്ടിക്കുലർ പ്ലാന്റിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യണം അല്ലേ. സോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദാറ്റ് DNA ഫ്രാഗ്മെൻറ്റ് ഇൻടു ആ പ്ലാന്റ്. പല മെത്തേഡ് ഉണ്ട് പ്ലാന്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ അഗ്രോബാക്ടീരിയത്തിൻ്റെ യൂസ് ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ആ പ്ലാന്റിനകത്തേക്ക് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു യൂസിങ് ദ വെക്റ്റർ. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ഹാവ് ടു ഫോളോ ഹിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following are the diagrams of two important processes used in our DNA technology. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് എന്താ പറയുക ഡയഗ്രാംസ് ആണ്, രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സിൻ്റെ ഡയഗ്രാംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദിസ് A ആൻഡ് B. ഓക്കെ, A എന്നും B എന്നും കൊടുത്തിട്ടുള്ളത്, ഇതാണ് A ആൻഡ് ദിസ് ഇസ് B. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്താ പറയുക ഡീനേച്ചറേഷൻ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് DNA അല്ലെ, ദെൻ അനീലിംഗ് വരുന്നുണ്ട്, ദെൻ എക്സ്റ്റൻഷൻ, പ്രൈമർ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, A എന്ന് പറയുന്നത് PCR റിയാക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ആൻഡ് B എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വെൽസും പിന്നെ DNA ബാൻഡ്സിനും സ്മോളസ്റ്റ് ബാൻഡ്സിൻ്റെ മൂവിങ് ഫാസ്റ്റർ അല്ലേ, ദേ മൂവ് ഫാസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് കാണിച്ചിട്ടുള്ളത്, ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ, PCR ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ദ യൂസസ് ഓഫ് A ആൻഡ് B ഇൻ ആർ DNA ടെക്നോളജി. നമുക്കറിയാം PCR നമുക്ക് എന്തിനു വേണ്ടിയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PCR നമുക്ക് ഉപയോഗിക്കാം, ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഒരു പർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ആംപ്ലിഫിക്കേഷൻ, അതാണ് മെയിൻ PCRൻ്റെ യൂസ് എന്ന് പറയുന്നത്, ആംപ്ലിഫിക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒത്തിരി കോപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സിലാണെന്നുണ്ടെങ്കിലും ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണെങ്കിലും. ഓക്കെ, പിന്നെ ഇപ്പം നമ്മുടെ COVID-19 അല്ലെ, അതിൻ്റെയൊക്കെ ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് PCR ടെക്നോളജീസ് യൂസ് ചെയ്യാം അല്ലേ. ദെൻ ജെൽ ഇലക്ട്രോഫോറസ് എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം DNA ഫ്രാഗ്മെൻറ്റ്സ്, പല ലെങ്ത്തിലുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. സോ ഈ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. സോ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് ജെൽ ഇലക്ട്രോഫോറസിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല ഡയഗ്നോസിസിനും അതുപോലെ ഉള്ള വേറെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യാം. ഓക്കെ, മെയിൻ യൂസ് എന്ന് പറയുന്നത് എന്താണ്, DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ്. Then next question number 20, given below are examples of some ecological population interactions ആണ് കുറച്ച് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത്. സോ പ്ലേസ് ദം അണ്ടർ സ്യൂട്ടബിൾ കോളംസ് പ്രൊവൈഡഡ് ബിലോ. ഇവിടെ കുറച്ച് കോളംസ് കൊടുത്തിട്ടുണ്ട്, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം, മ്യൂച്വലിസം എന്ന് 3 കോളംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന ഓരോ പോയിന്റ്സിനെയും നമ്മൾ ഓരോ കോളത്തിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് അബിങ്ടൺ ടോർട്ടോയ്സ് ആൻഡ് ഗോട്ട് അല്ലേ. സോ അബിങ്ടൺ ടോർട്ടോയ്സിൻ്റെയും ഗോട്ടിൻ്റെയും ഇൻട്രാക്ഷൻ, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ്. സോ ആ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ ആണ്.
ഓക്കെ, കോമ്പറ്റീഷൻ. ദാറ്റ് മീൻസ് അല്ലേ, ഒരു ഗോട്ട്, ഒരു ഗ്രാസ് ലാൻഡിനകത്ത് ഒരു ഗോട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് നമ്മൾ ഈ അബിങ്ടൺ ടോർട്ടോയ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവർ തമ്മിലൊരു ആ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. സോ ദാറ്റ് ഈസ് എ കോമ്പറ്റീഷൻ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാം കസ്ക്യൂട്ട ആൻഡ് ഹോസ്റ്റ് ട്രീ അല്ലേ. കസ്ക്യൂട്ടയും ഹോസ്റ്റ് ട്രീയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്യോർലി ഒരു പാരസൈറ്റിക് ഇൻട്രാക്ഷൻ ആണ് അല്ലേ, പാരസൈറ്റിസം. ഈ പറയുന്ന ഹോസ്റ്റ് ട്രീയിലെ പാരസൈറ്റ് ആയിട്ടാണ് ഈ കസ്ക്യൂട്ട ഗ്രോ ചെയ്യുന്നത്, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ മ്യൂച്വലിസ്റ്റിക് റിലേഷൻ. അപ്പം മ്യൂച്വലിസം ആണ് ഇവിടെ വരുന്നത്. വാസ്പും ഫിഗ് ട്രീയും തമ്മിൽ രണ്ട് പേർക്കും ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് മ്യൂച്വലിസ്റ്റിക് റിലേഷൻ ആണ്. ദെൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ ഇൻ ലൈക്കൺസ് അല്ലേ, ഫൈക്കോബിയോണ്ട് ആൻഡ് മൈക്കോബിയോണ്ട് എന്താ സംഭവിക്കുന്നത്, ഇറ്റ് ഈസ് ഓൾസോ ആ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ്, മ്യൂച്വലിസം. ആൽഗയ്ക്കും ഫംഗൈക്കും പരസ്പരം അതിനകത്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക ഈ റീഇൻറ്ററാക്ഷനിൽ. അതുപോലെ തന്നെ ബെലാനസ് ആൻഡ് കെറ്റാമലസ് ബേർണക്കിൾസ്. ഓക്കെ, കെറ്റാമലസ് ബേർണക്കിൾസും ബെലാനസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഓക്കെ, ഇത് ഏതൊരു കൈൻഡിൽ വരാം നമുക്ക്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കോമ്പറ്റീഷൻ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മൾ ഐലൻഡ് ആ ഒരു റീജിയൻസിലൊക്കെ ഈ പറഞ്ഞ പോലെ കെറ്റാമലസ് ബേർണക്കിൾസും ബെലാനസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വരുമ്പോൾ അവിടെ മോസ്റ്റ്ലി എന്താണ്, ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് ഇൻട്രാക്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈസ് ഓൺ ഹ്യൂമൻസ്, ഹ്യൂമൻ ബീങ്സിൽ ലൈസ് ജീവിക്കുന്നത് അല്ലേ, അതെന്ന് പറഞ്ഞാൽ പ്യോർലി ഒരു പാരസൈറ്റിക് ഇൻട്രാക്ഷനാണ്. സോ പാരസൈറ്റിസം. ഓക്കെ, അപ്പം നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ്. പ്ലേസ് ദം ദീസ് തിങ്സ് ഇൻ ടു സ്യൂട്ടബിൾ കോളംസ് പ്രൊവൈഡഡ് എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ആവശ്യമുള്ളതിനനുസരിച്ച് അതിനെ ഓരോ കോളത്തിലേക്ക് നമ്മൾ എടുത്തെഴുതുക. ഓക്കെ, സോ കോമ്പറ്റീഷനകത്ത് അബിങ്ടൺ ടോർട്ടോയ്സിൻ്റെ കാര്യം പറയാം, ബെലാനസ് കെറ്റാമലസ് ബാർണക്കിൾസിൻ്റെ കേസ് പറയാം, പാരസൈറ്റിസത്തിൽ ലൈസ് ഓൺ ഹ്യൂമൻസ്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് കസ്ക്യൂട്ടയും ട്രീസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, പിന്നെ മ്യൂച്വലിസത്തിൽ നമുക്ക് ആൽഗി ഫംഗിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊന്നും കൂടെ പറഞ്ഞു ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഇത് രണ്ടും മ്യൂച്വലിസത്തിലാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ബോട്ടണി പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, സോ 2020 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബോട്ടണി പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ സ്റ്റഡി വെൽ ആൻഡ് താങ്ക് യു. Hi students, welcome to the session. Next we have to discuss some questions from the zoology part. Okay, so let us begin the session. See, the first question is, from the following, find out the symbol used in the human pedigree analysis representing male. ഓക്കെ, സോ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് നമുക്കറിയാമല്ലോ അല്ലേ. അതിൽ ഓരോ ലൈക്ക് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇപ്പോൾ ഡിസീസ് അഫക്റ്റഡ് ആണെങ്കിൽ കാരിയർ ആണെങ്കിൽ ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഓരോ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ തന്നിരിക്കുന്ന സിമ്പിൾസിൽ ഏതാണ് മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എ ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താ, it is a circle, it is basically representing a female അല്ലേ. circle represents a female and if it is shaded എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് affected ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഷെയ്ഡഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ദിസ് ഇസ് ഫീമെയിൽ, we can say this is female and this is affected female അല്ലേ. ഇത് affected ഫീമെയിലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഒരു ഡയഗണൽ ഷേപ്പിലുള്ള സ്ട്രക്ചർ ആണെങ്കിലോ, ദിസ് represents a sex unspecified. നമുക്കറിയാത്ത ഒരു സെക്സ് ആണെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയില്ല എങ്കിൽ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദിസ് സിമ്പിൾ. ഓക്കെ, സോ റിമൈനിങ് എന്താ ഉള്ളത്, സ്ക്വയർ റെപ്രസെൻറ്റ്സ് മെയിൽ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി വിച്ച് റെപ്രസെൻറ്റ്സ് മെയിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the technique of transferring embryos up to 8 blastomeres into the fallopian tube. ഓക്കെ, ഇത് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ളൊരു ചാപ്റ്റർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അവിടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് പഠിച്ചിരുന്നു, isn't it? സോ വി സ്റ്റഡീഡ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഒരു മീഡിയത്തിൽ വെച്ച് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് IVFൽ ലൈക്ക് എക്സ്റ്റേണൽ മീഡിയത്തിൽ ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം വി നീഡ് ടു ട്രാൻസ്ഫർ ദ എംബ്രിയോ ബാക്ക് ഇൻ ടു വുമൻസ് ബോഡി, isn't it? അതിന് ഓരോ സ്റ്റേജിലാണ് നമ്മൾ എങ്ങോട്ട് വെക്കണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ഈ അബ്രിവേഷൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ. സോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, isn't it? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്
ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്താ പറയുന്നത്? ഗമീറ്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക്. അതാണോ ഇത്? എംബ്രിയോയിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ? സോ ഗിഫ്റ്റ് അല്ല. ഓക്കെ, ദെൻ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് സ്വിഫ്റ്റ്, isn't it? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലേ? സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് എന്താ? ICSI മീൻസ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. ഓവത്തിലേക്ക് സ്പേമിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ICSI കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ. Isn't it? Then the final one, it is IUI, intrauterine insemination. അവിടെ ഫീമെയിൽ ബോഡിക്കുള്ളിലേക്ക് മെയിൽ ഗമീറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ അല്ലേ? ഇൻസെമിനേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ? സോ ദാറ്റ് ഇസ് IUI. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏർലി എംബ്രിയോനെ, അതായത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഏർലി എംബ്രിയോ. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ സെൽ, ഇപ്പോൾ സൈഗോട്ട് സിംഗിൾ സെൽഡ് ആണ്. ഇറ്റ് വിൽ അണ്ടർഗോ ക്ലീവേജ് ഫോമിങ് ഒരു 2 സെൽ സ്റ്റേജ്, ദെൻ 4 സെൽ സ്റ്റേജ്, പിന്നെ 8 സെൽ സ്റ്റേജ് എന്ന് പറയുന്നു. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളെയാണ് നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഏർലി എംബ്രിയോ. ആൻഡ് ഏർലി എംബ്രിയോനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബിലേക്കായിരിക്കും. ഓക്കെ, ആൻഡ് കുറേ കൂടെ ഗ്രോണപ്പ് ആയിട്ടുള്ള, അതായത് 8 സെൽഡ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം വരുന്നതിനെ നമ്മൾ യൂട്രസിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഹിയർ നമുക്കിപ്പോൾ എന്തായിരിക്കും റൈറ്റ് ഓപ്ഷനായിട്ട് പറയുക? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഏർലി എംബ്രിയോനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്വിഫ്റ്റ്. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സ്വിഫ്റ്റിൽ എന്ത് ചെയ്യുന്നു? സൈഗോട്ടിനെ തൊട്ടിട്ട് പിന്നെ 8 എംബ്രിയോസ് വരെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ റൈറ്റ് ഓപ്ഷൻ ഇസ് ദ സെക്കൻഡ് വൺ, സ്വിഫ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോബ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താ അതിലുള്ളത്? മെയിനായിട്ട് മീഥെയിൻ ഗ്യാസ് ആണ് അല്ലേ? ആൻഡ് മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാ? ഈ തന്നിരിക്കുന്ന ഓർഗാനിസത്തിൽ ആസ്പെർഗില്ലസ് നൈഗർ ആണോ, ദെൻ ട്രൈക്കോഡെർമ പോളിസ്പോറം ആണോ, സക്കാരോമൈസിസ് സെർവീസി ആണോ, ഓർ മെത്തനോ ബാക്ടീരിയ ആണോ? പേര് തന്നെ ഉണ്ടല്ലേ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മെത്തനോ ബാക്ടീരിയം, വിച്ച് ഇസ് ബേസിക്കലി പ്രൊഡ്യൂസിങ് മീഥെയിൻ ഗ്യാസ്, isn't it? Then next question, which of the following human ancestor is more ape-like? Question ശ്രദ്ധിക്കണം. ചോദിച്ചിരിക്കുന്നത് എന്താ? മോർ ഏപ്പ് ലൈക്ക് ആയിട്ടുള്ള ആൻസിസ്റ്ററിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളതിൽ ഏറ്റവും ഏപ്പ് ലൈക്ക് ആയിട്ടുള്ള ആൻസിസ്റ്റർ ഏതാ? ഹോമോ ഹാബിലിസ്, ഡ്രയോപിത്തേക്കസ്, ഓസ്ട്രലോപിത്തേക്കൻസ്, ദെൻ ഹോമോ ഇറക്ടസ്. ഓസ്ട്രലോപിത്തേക്കസിനെ തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഹിയർ ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള ഒരു ലൈക്ക് എന്താ പറയുക ആൻസിസ്റ്റർ ആയിട്ട് നമുക്ക് പറയാം. ഒരു ഹ്യൂമൻ ബോഡി പോലെയൊക്കെ വന്നതാണ് ഹോമോ ഹാബിലിസ്. ഇന്ന് നമ്മളാവുന്ന ഒരു രൂപത്തിലേക്കൊക്കെ വന്നത് ഇറ്റ് ഇസ് ഹോമോ ഹാബിലിസ്. ദെൻ Dryopithecus, it is more ape-like. So here the right option is Dryopithecus, which is the ape-like ancestor. So man-like ancestor ഏതായിരിക്കും? First man-like ancestor is Ramapithecus. 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 Okay. So the right option here is option B, Dryopithecus. ഓക്കെ, ഓസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രത്യേകത എന്താ? ഒരുപാട് ഫോസിൽസ് കിട്ടിയതാണ്. ഇപ്പോൾ ഈസ്റ്റേൺ ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡിലൊക്കെ കണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഓസ്ട്രലോപിത്തേക്കസിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഫോസിലൊക്കെ കിട്ടിയിരിക്കുന്നത്. ലൂസിയൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ? ഹോമോ ഇറക്ടസ് എന്ന് പറയുമ്പോൾ ഇറക്റ്റായിട്ട് നടന്നു തുടങ്ങി. ഹോമോ ഹാബിലിസും അതെ. ദെൻ ഒരു ഇറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തത് ഇറ്റ് ഇസ് ഹോമോ ഇറക്ടസ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് മീറ്റ്. ഓക്കെ, വേർ ഹോമോ ഹാബിലിസ് അവർ ഈ മീറ്റ് ഒന്നും അധികം ഫീഡ് ചെയ്തിരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, select the cause of extinction of cichlid fish in Lake Victoria of East Africa. ഈസ്റ്റ് ആഫ്രിക്കയിലെ സിക്ലിഡ് ഫിഷിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമായത് എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ എന്തായിരുന്നു അതിൻ്റെ റീസൺ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഓപ്ഷൻ സി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി കോ എക്സ്റ്റിങ്ഷൻ. ഇവിടെ കോ എക്സ്റ്റിങ്ഷൻ ആണോ? അല്ല. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവിടെ ആക്ച്വലി നൈൽ പേർച്ച് എന്ന് പറയുന്ന ഒരു ഏലിയൻ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
ഫിഷിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ദിസ് വാസ് എൻ ഏലിയൻ സ്പീഷീസ് ബിക്കോസ് ആ ഒരു മീഡിയത്തിലുള്ള ആ ഒരു വാട്ടർ ബോഡിയിൽ ഉണ്ടായിരുന്നതല്ല അല്ലേ, വി ഇൻട്രൊഡ്യൂസ് ദർ. ആൻഡ് എന്ത് പറ്റി, നൈൽ പെർച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ് ആക്ച്വലി റിസൾട്ടഡ് ഇൻ ദ ഡിക്ലൈൻ ഓഫ് സിക്ലിഡ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡി. സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ആൻഡ് ഏതായിരുന്നു ആ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നൈൽ പെർച്ച്. Okay, next question. Answer any 9 questions from 6 to 16 and each carries 2 scores. Some examples of microbes in human welfare are given. Classify them under the headings given below. അപ്പോൾ കുറച്ച് ഓർഗാനിസംസിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് മൈക്രോബ്സ് ഇവർ ഏത് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വി നീഡ് ടു കാറ്റഗറൈസ് ദം. സോ ഫസ്റ്റ് കാറ്റഗറി ഈസ് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ദെൻ മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, സോ ഒന്ന് നോക്കിയാലോ. റൈസോബിയം ഈസ് ബേസിക്കലി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ അല്ലേ. അതിന് നൈട്രോജൻ ഫിക്സിംഗ് കപ്പാസിറ്റി ഒക്കെ കൊണ്ടിട്ട് ഒരു ഫെർട്ടിലൈസർ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഓക്കെ, സോ റൈസോബിയം ഹിയർ, റൈസോബിയം നമുക്ക് ബയോ ഫെർട്ടിലൈസർ ആയിട്ട് എഴുതാം. ദെൻ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറഞ്ഞാൽ ചീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് പ്രൊപ്പിയോണി ബാക്ടീരിയം. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താ വരുന്നത്? ആസോസ്പൈറില്ലം. ആസോസ്പൈറില്ലം ഇസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ, ബയോ ഫെർട്ടിലൈസർ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ആസോസ്പൈറില്ലം. ഓക്കെ, ദെൻ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. കേർഡ്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. സോ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ, ദെൻ അനബീന. അനബീന എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബയോ ഫെർട്ടിലൈസർ. അനബീന. ഓക്കെ, സോ ബയോ ഫെർട്ടിലൈസർ കാറ്റഗറിയിൽ പെടുത്താം. ദെൻ അസോട്ടോബാക്ടർ. ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. അസോട്ടോബാക്ടർ നമുക്ക് ഫെർട്ടിലൈസർ കാറ്റഗറിയിൽ പെടുത്താം അല്ലേ. ദെൻ ആസ്പെർഗില്ലസ് നൈഗർ. ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ ബയോ ഫെർട്ടിലൈസർ category. Aspergillus niger. Then the last one is Saccharomyces cerevisiae. That is our yeast അല്ലേ. അപ്പോൾ അത് വരുന്നത് എവിടെയാ? ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റിലാണ് അല്ലേ. Saccharomyces cerevisiae. cerevisiae. സോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. So let's move on to the next question. Observe the figure given showing Mendel's experiment using pea plant. ജോൺ മെൻഡൽ ചെയ്തിട്ടുള്ള, ഗ്രിഗർ മെൻഡൽ ചെയ്തിട്ടുള്ള ഒരു എന്താ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. വേർ യു ക്യാൻ സീ എ ടോൾ പ്ലാന്റ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് ബ്രെഡ് വിത്ത് ഡ്വാർഫ് പ്ലാന്റ് ആൻഡ് F1 ജനറേഷൻ നോക്കുന്നു. ദെൻ സെൽഫിങ് ചെയ്യാണ്, F2 ജനറേഷൻ നോക്കുന്നു അല്ലേ. ആൻഡ് ലെറ്റ് സീ ദ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ക്രോസ്. ഇത് എന്ത് ക്രോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി, ടോൾനെസ് മാത്രമാണ് ഇവിടെ, ഹൈറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ, isn't it? സോ ഇതെന്ത് ക്രോസ് ആയിട്ട് നമുക്ക് പറയാം? ഇറ്റ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വേർ എ സിംഗിൾ ക്യാരക്ടർ ഇസ് ഓൺലി കൺസിഡേർഡ് ഹിയർ. ഇറ്റ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. ദെൻ നെക്സ്റ്റ്, which are the laws proposed by Mendel based on this observation? ഈ ഒബ്സർവേഷനിൽ നിന്ന്, അതായത് ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് ഏതൊക്കെ ലോസ് ആണ് ഗ്രിഗർ മെൻഡൽ പ്രപ്പോസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ദ ലോ ഓഫ് ഡോമിനൻസ്. ഏറ്റവും ആദ്യത്തെ ലോ അല്ലേ. ദ ഫസ്റ്റ് ലോ ഓഫ് എന്താ പറയുക, ഏതായിരുന്നു? ദ ലോ ഓഫ് ഡോമിനൻസ്. ദ ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ലോ, ഫസ്റ്റ് ലോ ആണ്. ദെൻ സെക്കൻഡ് ലോ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ദ ലോ ഓഫ് segregation. The law of segregation or the law of purity of gametes. The law of purity of gametes. Okay, then next question. All copulation lead to fertilization and pregnancy.
ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിലേക്ക് റിസൾട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസർ പറയാം അല്ലേ? അല്ല, എല്ലാ കോപ്പുലേഷൻസും ഒരിക്കലും പ്രഗ്നൻസിയിലേക്ക് റിസൾട്ട് ചെയ്യില്ല. കാരണം എന്താ? ഇഫ് എ പ്രഗ്നൻസി ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്, ദ ഇൻസെമിനേഷൻ ആൻഡ് ദ ഓവുലേഷൻ ഷുഡ് ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി അല്ലേ? ഇൻസെമിനേഷനും ഓവുലേഷനും ഒരേ സമയത്ത് നടന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ആ ഒരു കോപ്പുലേഷൻ ഫെർട്ടിലൈസേഷനിലേക്ക് കൺവേർട്ടഡ് ആവുകയുള്ളൂ അല്ലേ? സപ്പോസ് ഇൻസെമിനേഷൻ നടക്കുന്നുണ്ട്, അവിടെ ഓവ ഇല്ലെങ്കിൽ എന്താ പറ്റുക? ഫെർട്ടിലൈസേഷൻ നടക്കില്ല, isn't it? So both these acts should be carried out simultaneously. So നമുക്ക് എന്ത് എഴുതാം? All copulation lead to fertilization and pregnancy എന്ന് ചോദിച്ചാൽ we can say no, all fertilization will not result into pregnancy. Reason എന്താ പറയാൻ പറ്റുന്നത്? If a pregnancy has to be established, ovulation and insemination has to take place simultaneously. For a pregnancy to occur. Occur or establish എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം അല്ലേ? ഇപ്പോൾ പ്രഗ്നൻസി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓവുലേഷനും ഇൻസെമിനേഷനും. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലീസ് ഓഫ് ഓവം. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഇൻ ടു ദ ഫീമെയിൽസ് ബോഡി. രണ്ടും അറ്റ് എ ടൈം നടന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? അവിടെ പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fill in the blanks in column A and column B using appropriate terms. So ഒരു കോളം എയും ബിയും തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ കോളം എയിൽ എന്താ തന്നിട്ടുള്ളത്? തിയറീസ് ആണ് തന്നിട്ടുള്ളത്. കോളം ബിയിൽ അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ പേരുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ആൻഡ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ് ചെയ്ത അത് പറഞ്ഞു വെച്ച സയൻറ്റിസ്റ്റ് ആരാണ്? ഇറ്റ് ഈസ് ദ ചാൾസ് ഡാർവിൻ. ഓക്കെ, ദിസ് ചാൾസ് ഡാർവിൻ. Okay, then next question എന്തായിരുന്നു? യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ആരാ പറഞ്ഞത്? ഇറ്റ് ഈസ് ലാമാർക്ക് അല്ലേ? ലാമാർക്കിസത്തിൽ വരുന്നതാണ് അല്ലേ? സോ ഇറ്റ് ഈസ് ലാമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ഡെ ലാമാർക്ക്. Okay, he proposed the use and disuse theory. Okay, then theory of mutation. Theory of mutation was proposed by Hugo de Vries ആണ് theory of mutation theory propose ചെയ്തിട്ടുള്ളത്. Then theory of spontaneous generation was proposed by Aristotle. ഇതിന് അഗെയിൻസ്റ്റ് ഒരു പ്രൂഫ് ഒക്കെ കൊടുത്തത് ഇറ്റ് വാസ് ലൂയിസ് പാസ്ചർ. അപ്പോൾ അരിസ്റ്റോട്ടിൽ എഴുതിയാലും അതല്ല ലൂയിസ് പാസ്ചർ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, Louis Pasteur. And it was proposed by Aristotle. Disapproval ആണ് നമ്മുടെ ലൂയിസ് പാസ്ചർ കൊടുത്തിട്ടുള്ളത്. Okay, so next question. One of the salient features of genetic code is universal. Then write any other two salient features of the genetic code. അപ്പോൾ യൂണിവേഴ്സൽ ആണെന്നുള്ളത് തന്നു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത രണ്ട് ഫീച്ചേഴ്സ്, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പറയാനായിട്ട് പറ്റും? നമുക്കൊന്ന് പറയാം, ദ ജനറ്റിക് കോഡ് ഇസ് എ ട്രിപ്ലെറ്റ് കോഡോൺ അല്ലേ? ട്രിപ്ലെറ്റ് കോഡോൺ ആണ്. വേർ ഇറ്റ് ഇസ് എ ട്രിപ്ലെറ്റ് കോഡോൺ ആണ്. where 64 codons ആണുള്ളത്. Out of these 64 codons, 61 codes for amino acids, 61 are coding for certain amino acid, isn't it? And 3 are stop codons. 3 എന്നുള്ളത് they are stop codons. Okay, stop codons ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒന്നത് പറയാം. Then we can say that this codon is എന്താ പ്രത്യേകത? unambiguous and specific. Unambiguous and specific. What do you mean by unambiguous or specific?
എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത് അല്ലേ? ഓരോ കോഡോണും ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ് ഈസ് സ്പെസിഫിക് ഓർ അൺഅംബിഗ്വസ്. ദെൻ the codon is degenerate. എന്താ ഡീജനറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്തിട്ട് ഒന്നിലധികം കോഡോൺസ് കാണാം. ഓക്കെ, ഒരു സിംഗിൾ അമിനോ ആസിഡിനെ കോഡ് ചെയ്ത് ഒന്നിലധികം കോഡോൺസ് കാണുന്നതിനെയാണ് നമ്മൾ ഡീജനറേറ്റ് കോഡോൺ എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്താ പറയാം? ഇറ്റ് ഈസ് റെഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ അല്ലേ? ഇറ്റ് ഈസ് റെഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. ദാറ്റ് മീൻസ് അവിടെ പങ്ക്ച്വേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിലേതെങ്കിലും രണ്ടെണ്ണം കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് ദ ഇനീഷ്യേറ്റർ കോഡോൺ ആൻഡ് നെയിം ദ അമിനോ ആസിഡ് ഇറ്റ് കോഡ്സ് ഫോർ. ഏതാണ് ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് AUG, റൈറ്റ്? AUG ആണ് ഇനീഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഏതാ AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ്? ഇറ്റ് ഈസ് മെത്തിയോണിൻ. മെത്തിയോണിൻ ആണ് AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ്. Okay, methionine. Okay, then next question. Amniocentesis for sex determination is legally banned now. What is amniocentesis? എന്താണ് amniocentesis എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് എന്ന് നമുക്ക് പറയാം അല്ലേ? ജനിക്കുന്നതിന് മുന്നേ ഒരു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രീനേറ്റൽ അല്ലേ? ജനിക്കുന്നതിന് മുന്നേ ഉള്ളത് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഈ കുട്ടിക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ? എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്. എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നറിയാൻ. ഡിറ്റർമിനേഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇറ്റ് genetic disorders of the fetus അല്ലേ? ഫീറ്റസിൽ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദി ക്രോമസോമൽ പാറ്റേൺ അല്ലേ? ക്രോമസോമൽ പാറ്റേൺ നോക്കിയിട്ടാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ക്രോമസോമൽ പാറ്റേൺ. ഇനി എവിടെ നിന്നായി ക്രോമസോമൽ പാറ്റേൺ എടുക്കാനുള്ള സാമ്പിൾ കളക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം ദി ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ക്രോമസോമൽ പാറ്റേൺ ഓഫ് ദി ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ? ആംനിയോട്ടിക് ഫ്ലൂയിഡ് സറൗണ്ടിങ് ദ എംബ്രിയോ. സറൗണ്ടിങ് ദ എംബ്രിയോ. സറൗണ്ടിങ് ദ എംബ്രിയോ ഒരു ഫീറ്റസ്. ഓക്കെ, എംബ്രിയോന്നോ ഫീറ്റസ് എന്നോ എന്താന്ന് വെച്ചാൽ എഴുതാം. സറൗണ്ടിങ് ദ ഫീറ്റസ്. ഓക്കെ, സോ എന്താണ് ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്. ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് അല്ലേ? പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് of the fetus based on the chromosomal pattern of the amniotic fluid surrounding the fetus. റൈറ്റ്? ആ ഫീറ്റസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡാണ് നമ്മളിത് ക്രോമസോമൽ പാറ്റേൺ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടായിരിക്കാം ഇത് ബാൻ ചെയ്തത്? എന്തായിരിക്കാം ബാൻ ചെയ്തതിൻ്റെ റീസൺ പറയാനായിട്ട് പറ്റുക? എന്തുകൊണ്ടായിരിക്കാം ബാൻ ചെയ്തത്? ജനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ മാത്രമല്ല, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് അല്ലേ? ആ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സെക്സ് ഡിറ്റർമൈൻ ചെയ്യാം. ആൻഡ് ഇൻ സം കേസസ് ഇറ്റ് റിസൾട്ടഡ് ഇൻ ഇൻക്രീസ്ഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് അല്ലേ? ഇൻക്രീസ്ഡ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. അതായത് പെൺകുട്ടിയാണ് ഈ ജനിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇൻ ഓർഡർ ടു ചെക്ക് ഫീമെയിൽ ഫീറ്റിസൈഡ്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ ചെയ്യുക അല്ലേ? അപ്പോൾ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംനിയോസെൻറ്റസിസ് ബാൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
നെയിം എനി ടു പ്രോട്ടോസോവൻ ഡിസീസ്, ഇറ്റ്സ് കോസേറ്റീവ് ഓർഗാനിസം ആൻഡ് എനി ടു സിംറ്റംസ്. രണ്ട് പ്രോട്ടോസോവൻ ഡിസീസ് അതെന്താണോ കോസ് ചെയ്യുന്നത് ആ കോസേറ്റീവ് ഓർഗാനിസത്തിൻ്റെ പേര് എഴുതുക, സിംറ്റം എഴുതുക. ഓക്കെ, സോ ഒന്ന് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒന്നാണല്ലേ മലേറിയ. മലേറിയ ഓക്കെ. ആൻഡ് മലേറിയ കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ എന്താണ്? ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, അതൊക്കെ സ്പീഷീസ് ആണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക, പ്ലാസ്മോഡിയം വൈവാക്സ് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ്. സിംറ്റം എന്ത് പറയാം? ചിൽ ആൻഡ് ഹൈ ഫീവർ അല്ലേ, വിറയലും പനിയും. ചിൽ ആൻഡ് ഹൈ ഫീവർ. എങ്ങനെ? ഓരോ 3-4 ഡേയ്സ് കൂടുമ്പോൾ റിക്കർ ചെയ്ത് വരുന്ന ചില്ലും ഹൈ ഫീവറും in every 3 to 4 days. ഓരോ 3 to 4 ഡേയ്സ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ചില്ലും ഹൈ ഫീവറും. എന്തുകൊണ്ടാണ് ഈ ചില്ലും ഹൈ ഫീവറൊക്കെ ഉണ്ടാവുന്നത്? ഈ പറയുന്ന പ്രോട്ടോസോവൻ്റെ നമ്പർ കൂടി വരുമ്പോൾ ദേ വിൽ റിസൾട്ട് ഇൻ ദ റപ്ചർ ഓഫ് RBC. RBCയുടെ ഉള്ളിൽ ഇവരിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ ഹൈ ആയിട്ട് വരുമ്പോൾ RBCയിലും അതുപോലെ തന്നെ ലിവർ സെല്ലിൽ അവർ ബാധിക്കുന്നുണ്ട്. ഈ RBCകൾ റപ്ചർ ചെയ്ത് വരുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ റിലീസ് ഓഫ് എ ടോക്സിൻ നോൺ ആസ് ഹീമോസോയിൻ. ഈ ഹീമോസോയിൻ്റെ ലെവല് ബ്ലഡിൽ കൂടി വരുമ്പോഴാണ് ഈ ചില്ലും ഹൈ ഫീവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ 3-4 ഡേയ്സ് കൂടുമ്പോൾ ഇങ്ങനെ RBC റപ്ചർ ചെയ്യുന്നു, അതായത് ഇവരുടെ പോപ്പുലേഷൻ കൂടുന്നു, റപ്ചർ ചെയ്യുന്നു, അപ്പോൾ ഹീമോസോയിൻ റിലീസ്ഡ് ആവുന്നു, ചിൽ ആൻഡ് ഹൈ ഫീവർ ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ സെക്കൻഡ് ഡിസീസായിട്ട് നമുക്ക് എന്ത് പറയാം? അമീബിയാസിസ് പറയാം. ഓക്കെ, അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി എന്നും പറയാൻ പറ്റും. ആൻഡ് അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാ? ഇറ്റ് ഈസ് എൻറ്റമീബ. പേര് തന്നെ ഉണ്ടല്ലേ, എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്നത്. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? എന്താ പറയാൻ പറ്റുക? അബ്ഡോമിനൽ പെയിൻ പറയാം അല്ലേ, സിവിയർ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ്. നല്ല രീതിയിൽ പെയിനും ക്രാമ്പുകളൊക്കെ ഉണ്ടാവുക. പെയിൻ ആൻഡ് ക്രാംസും ഉണ്ടാവുക. ദെൻ പിന്നെ എന്ത് പറയാൻ പറ്റുക? ലൂസ് സ്റ്റൂൾസ് അല്ലേ, ഫ്രീക്വൻറ്റ് സ്റ്റൂൾസ് ഒക്കെ പറയാൻ പറ്റും. ലൂസ് സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. എക്സസ് മ്യൂക്കസ്, ഈ സ്റ്റൂളിൻ്റെ ഒപ്പം ഒരുപാട് മ്യൂക്കസും ബ്ലഡ് ക്ലോട്ട്സും ഒക്കെ പോകുന്നതും പറയാനായിട്ട് പറ്റും. ബ്ലഡ് ക്ലോട്ട്സ്. ഇൻ സം കണ്ടീഷൻ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും. ചില സമയത്ത് ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷനും പറയാനായിട്ട് സാധിക്കും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിക്കേഷൻ നടക്കാതെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം അല്ലെ, ഈ 2 ഡിസീസ്, അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം, ദെൻ സിംറ്റം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. Tropical Amazonian rainforest in South America has the largest biodiversity on Earth. Do you agree with this? Explain. എന്താ പറഞ്ഞിരിക്കുന്നത്? Tropical Amazonian rainforest in South America has the greatest biodiversity on Earth. ആണോ? Do you agree with this സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അഗ്രി തന്നെ ചെയ്യാൻ പറ്റും അല്ലേ, കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത്. സോ we should agree with that. Yes, we are agreeing with that. ഇനി അതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കാം? ഒന്ന്, അത് കുറേ നാളുകളായിട്ട് അല്ലേ, ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ് ഫോർ എ ലോട്ട് ഓഫ് ഇയേഴ്സ്. ഒരുപാട് നാളായിട്ട് ദേ ആർ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. അൺഡിസ്റ്റർബ്ഡ് ആണ്. ആൻഡ് ഈ അൺഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരുടെയും കൈകടത്തലുകൾ ഇല്ല അല്ലേ. ഇപ്പോൾ ഹ്യൂമൻ എന്താ പറയുക, ഇൻവേഷനൊക്കെ വരുമ്പോഴാണ് എപ്പോഴും ബാക്കിയുള്ള സ്പീഷീസിൻ്റെ നമ്പറൊക്കെ അവിടെ കുറയുന്നത് അല്ലേ. അപ്പോൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും? അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ലെസ് സീസണൽ. ഇവിടെ ഒരു നമ്മളൊക്കെ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ഏരിയ പോലെ പെട്ടെന്ന് ഇങ്ങനെ മാറുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, കോമൺ ഒരു
കുറേ നാളുകളായിട്ട് ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെസ് സീസണലാണ് ആൻഡ് ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണുള്ളത്, എൻവയോൺമെൻ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെ നിഷ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ നിഷ് എന്ന് പറയുമ്പോൾ അവർ സർവൈവ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ, അവരുടെ ആ ഒരു എക്കോസിസ്റ്റം എല്ലാവരും കൂടെ ഒന്നിച്ച് സർവൈവ് ചെയ്യുന്നു. ആ നിഷ് ഡൈവേഴ്സിഫൈ ചെയ്യാനും കൂടുതൽ സ്പീഷീസ് അവിടെ ഉണ്ടായി വരാനും ഇതുമൂലം സാധിക്കുന്നുണ്ട്. നിഷ് ഡൈവേഴ്സിഫിക്കേഷൻ, നിഷ് ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നിഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് കുറച്ചും കൂടെ ഒരു ബെറ്റർ വേർഡായിട്ട് നമുക്ക് നിഷ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അവിടെ അല്ലേ. ദെൻ തേർഡ് ഒരു റീസൺ ആയിട്ട് പറയാം, സോളാർ എനർജി അവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. സോളാർ എനർജി നല്ല രീതിയിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഹയർ പ്രൊഡക്ടിവിറ്റിയാണ് ഉള്ളത്. ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ദിസ് ഓൾസോ റിസൾട്ട്സ് ഇൻ ഹയർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും റീസൺസ് നമുക്ക് അതിനൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ ചാർട്ട് ഗിവൺ ബിലോ. ഡ്രഗ്സ് തന്നിട്ടുണ്ട്. ഈ ഡ്രഗ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അവർ ഏതൊക്കെ ഭാഗങ്ങളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതെവിടെ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എന്തായിരിക്കും ആദ്യത്തത്? ഇറ്റ് ഈസ് സംതിങ് അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് നമുക്ക് കനാബിനോയിഡും കൊക്ക ആൽക്കലോയിഡും കാണാം. സോ ഇവിടെ എന്താ വരുന്നത്? ഇറ്റ് എഫക്ട്സ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട്. സോ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ, ഇവിടെ വരുന്നത് ഇറ്റ് ഇസ് ദ ഒപ്പിയോയിഡ്. ഒപ്പിയോയിഡുകളാണ്, ഒപ്പിയോയിഡ്സ് ആർ ഈ കാറ്റഗറിയിൽ പറയുന്ന നമ്മൾ ഒപ്പിയോയിഡ്സ് ആണ് ബിലോങ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ എഫക്റ്റിംഗ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം papaver somniferum. Papaver somniferum. Papaver somniferum or the poppy plant. Poppy plant. Okay, poppy plant. Then next is cannabinoid. Cannabinoid receptors in brain ലാണ് അവർ എഫക്റ്റ് ചെയ്യുന്നത്. അതിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് കളക്റ്റഡ് ഫ്രം hemp plant. Hemp plant or cannabis. Cannabis sativa. Okay, അവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ദെൻ കൊക്ക ആൽക്കലോയിഡ്. കൊക്ക ആൽക്കലോയിഡ് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ദേ ആർ എഫക്റ്റിംഗ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് അവർ ബാധിക്കുന്നത്. ആൻഡ് എന്താ അവിടെ വരുന്നത്? എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? എറിത്രോസൈലം കൊക്കയിൽ നിന്നാണത് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കറക്റ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ആദ്യത്തെ എന്താ? ഹീമോഫീലിയ ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണോ? അല്ല, ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് അല്ലേ. ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ് ഹീമോഫീലിയ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് എന്നെഴുതാം. അല്ലെങ്കിൽ വേറെ എന്താ പോസിബിലിറ്റി ഉള്ളത്? നമുക്ക് തിരിച്ചെഴുതിയാലോ? ഈ ഹീമോഫീലിയക്ക് പകരം ഏതെങ്കിലും ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണെങ്കിലും കൊടുക്കാം. ഏതായിരിക്കും അതിന് ആ ഒരു പ്ലേസിൽ എഴുതാനായിട്ട് പറ്റുക? നമുക്ക് സിക്കിൾ സെൽ അനീമിയ എഴുതാം അല്ലേ. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള റിസസീവ് ഡിസീസാണ്. റിസസീവ് ഡിസീസ്. ഓക്കെ, ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്. ഒന്നില്ലെങ്കിൽ ഹീമോഫീലിയ ഇസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് എന്ന് എഴുതാം, ദാറ്റ് ഇസ് റൈറ്റ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഹീമോഫീലിയയ്ക്ക് പകരം ഏതെങ്കിലും ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസ് എഴുതാം. ആൻഡ് ഹിയർ ഐ എം റൈറ്റിംഗ് സിക്കിൾ സെൽ അനീമിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. എന്താ പറഞ്ഞിരിക്കുന്നത്? Turner syndrome is due to the presence of an additional copy of X chromosome. സാധാരണ 44 ഓട്ടോസോംസ് പ്ലസ് XY അല്ലെങ്കിൽ XX
എന്ന് വരുന്നതിന് പകരം ഒരു അഡീഷണൽ എക്സ് ക്രോമസോം ഉള്ളതാണ് ടേണേഴ്സ്. ആണോ? ടേണേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എക്സ് ക്രോമസോം അല്ലേ? എക്സ് ക്രോമസോം ഇല്ലാത്തത് കൊണ്ടാണ് ടേണേഴ്സ് സിൻഡ്രോം ഉണ്ടാവുന്നത് അല്ലേ? അഡീഷൻ ഓഫ് എക്സ് ക്രോമസോം എന്താ വരുന്നത്? എക്സ് വൈക്ക് പകരം ഒരു എക്സ്ട്രാ എക്സ് ഇവിടെ വരുന്നതിന് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം അല്ലേ? ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്കിതങ്ങ് തിരുത്തി കൊടുക്കാം അല്ലേ? ടേണേഴ്സ് മാറ്റിയിട്ട് വി ക്യാൻ റൈറ്റ് ഹിയർ എന്തെഴുതാം? ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. അപ്പം ഞാനൊന്ന് എടുത്തെഴുതുവാണേ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടൊന്ന് താഴേക്ക് എടുത്തെഴുതുവാണേ. അപ്പോൾ അതെങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഒന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: ക്ലൈൻഫെൽറ്റേഴ്സ് syndrome. Klinefelter's syndrome is due to the presence of an additional X chromosome, additional copy of X chromosome എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം, ക്രോമസോം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റുക? നേരെ തിരിച്ച് ടേണറിനെ അതുപോലെ തന്നെ നമ്മൾ നിർത്തുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ടേണേഴ്സ് syndrome is due to the absence of an X chromosome അല്ലേ? is due to the absence of an X chromosome. ഒരു കോപ്പി എക്സ് ക്രോമസോം ഇല്ലാത്തതിൻ്റെ അതിൻ്റെ ആബ്സെൻസിൽ ഉണ്ടാവുന്ന സിൻഡ്രോമാണ് ടേണേഴ്സ് സിൻഡ്രോം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഡിനോട്ട്സ് ആൻ എവല്യൂഷണറി പ്രിൻസിപ്പിൾ. എന്താണ് ആ എവല്യൂഷണറി പ്രിൻസിപ്പിൾ? നെയിം ദ പ്രിൻസിപ്പിൾ. എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഇറ്റ് ഈസ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്നാണെങ്കിലും പറയാം. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആണിത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Okay, then mention any 3 factors affecting this. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഏതൊക്കെ പറയാനായിട്ട് പറ്റും? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. എന്തൊക്കെ പറയാം? യു ക്യാൻ സേ ജീൻ ഫ്ലോ ഓർ ജീൻ മൈഗ്രേഷൻ, അതായത് ഇമിഗ്രേഷൻ ആവാം അല്ലെങ്കിൽ എമിഗ്രേഷൻ ആവാം അല്ലേ? ജീൻ മൈഗ്രേഷൻ ഓർ യു ക്യാൻ സേ ജീൻ ഫ്ലോ, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ആൻഡ് പിന്നെ എന്ത് പറയാൻ സാധിക്കും? മ്യൂട്ടേഷൻ. സെൻഡഡ് മ്യൂട്ടേഷൻ കൊണ്ടിട്ടും ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാം, ലൈക്ക് ബ്രേക്ക് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഹാർഡി-വെയിൻബർഗ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ പോപ്പുലേഷനാണ്. അവിടെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറും ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു പോപ്പുലേഷനെയാണ് നമ്മൾ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇതുപോലുള്ള ചേഞ്ച് വന്നാൽ ദ ഇക്വിലിബ്രിയം ഇസ് ലൈക്ക് ഹിൻഡേർഡ്, അതിൻ്റെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എഴുതാം, മ്യൂട്ടേഷൻ പറയാം, ദെൻ റീകോമ്പിനേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ പറയാം, then genetic drift പറയാം, genetic drift, then natural selection. ഇതിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ് എഴുതുക. natural selection. Okay, then next question. Answer any 3 questions from 17 to 20. ഈച്ച് ക്യാരീസ് 3 scores. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ അല്ലേ? അപ്പോൾ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ, അപ്പോൾ ആകെ 3 questions ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഈച്ച് ക്യാരീസ് 3 scores. ഓക്കെ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇൻ ദ പിക്ചർ. ഈ തന്നിരിക്കുന്ന പിക്ചറിൽ എന്ത് പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി യു ക്യാൻ സി എ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ഹിയർ ആൻഡ് ഇറ്റ് ഈസ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA ആൻഡ് അതിങ്ങനെ 2ആയിട്ട് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ സ്ട്രാൻഡുകൾ ഫോം ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദിസ് പ്രോസസ്? ഇറ്റ് ഈസ് DNA replication. DNA replication.
ഓക്കെ, DNA replication ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നെയിം എനി 2 enzymes നീഡഡ് ഫോർ ദിസ് പ്രൊസീജിയർ. ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും 2 എൻസൈംസിനെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ പറയാം? ഹിയർ യു ക്യാൻ സേ ഹെലിക്കേസ് എൻസൈം. ഹെലിക്കേസ് എൻസൈം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടിരിക്കുന്ന DNA അൺവൈൻഡ് ചെയ്യാൻ, അല്ലേ, ഇങ്ങനെ അൺവൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. ഓക്കെ, ആൻഡ് ഇത് അൺവൈൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ടെൻഷൻ, ലൈക്ക് ആ ഒരു സൂപ്പർ കോയിലിംഗ് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. ടോപ്പോ ഐസോമറേസ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇനി പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാവണമെങ്കിൽ അവിടെ ആദ്യം എന്ത് വേണം? RNA പ്രൈമർ വേണം, അല്ലേ? RNA പ്രൈമേഴ്സിനെ ഉണ്ടാക്കുന്ന RNA പ്രൈമേസ് വേണം, അല്ലേ? ആ ഒരു എൻസൈം നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. RNA പ്രൈമേസ് വേണം. പിന്നെ ഇനി എന്താ? പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാവണമെങ്കിൽ DNA പോളിമറേസ് വേണം. എന്ത് പോളിമറേസ്? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. DNA-യിൽ നിന്ന് DNA ഉണ്ടാക്കുന്ന DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എന്ന് എടുത്തു പറയാം. ഓക്കെ, പിന്നെ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ, അതിനെയൊക്കെ ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് DNA ലൈഗേസും വേണം. അപ്പോൾ ഇത്രയും എൻസൈംസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എൻസൈംസിൻ്റെ പേര് എഴുതുക. ഓക്കെ, ദെൻ write the peculiarities of the newly synthesized daughter strands. See, newly synthesized ആയിട്ടുള്ള സ്ട്രാൻഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലേ? ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡുകൾ എപ്പോഴും 5' to 3' എൻഡിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടും ഫോം ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ ഇതിങ്ങനെ അൺവൈൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് ദീസ് ഷോർട്ട് സെഗ്മെൻറ്റ്സ് ആർ നോൺ ആസ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്തെഴുതാം? ഈ ഫ്രാഗ്മെൻറ്റ്സിനെ പറ്റി നമുക്ക്, ഈ ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡുകളെ പറ്റി എന്തെഴുതാം? 1 strand is continuously formed. 1 strand is continuously formed in 5' to 3' direction, അല്ലേ? where the other strand is formed discontinuously, and those fragments are Okazaki fragments which are linked together, which are stick together by means of DNA ligase എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാം. Okay, then next question. Explain the measures useful for the prevention and control of alcohol and drugs abuse among adolescents. Okay, അപ്പോൾ അഡോളസൻസിലാണ് ഇങ്ങനെയുള്ള ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ മറ്റു ഡ്രഗ്സിൻ്റെ അബ്യൂസ് കൂടുതലായിട്ട് കാണാനുള്ള ഒരു പോസിബിലിറ്റി, അല്ലേ? ആ ഒരു ട്രാൻസിഷൻ പീരിയഡ് ആയിട്ട് നമുക്ക് അഡോളസൻസ് പറയാം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വൾണറബിൾ ആയിട്ടുള്ളൊരു കാറ്റഗറി എന്ന് നമുക്ക് അഡോളസൻസിനെ പറയാം. ഇനി എങ്ങനെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും? എന്തൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക? ഒന്ന്, അവോയ്ഡ് പിയർ പ്രഷർ, അല്ലേ? ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പിയർ പ്രഷറുകൾ അവോയ്ഡ് ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുള്ള ഇങ്ങനെയുള്ള ഡ്രഗ് യൂസുകൾ ഒഴിവാക്കുക. അവോയ്ഡ് പിയർ പ്രഷർ. ദെൻ പ്രോപ്പർ കൗൺസിലിംഗ്, അല്ലേ? നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും അവയർനെസ്സും കുട്ടികളുടെ ഇടയിൽ കൊടുക്കുക. പ്രോപ്പർ കൗൺസിലിംഗ് ആൻഡ് അവയർനെസ് എമംഗ് അഡോളസൻസ്. ഓക്കെ, പിന്നെ എന്ത് പറയാം? സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ്. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ഓർ ഫ്രണ്ട്സ്. പാരൻസ് ആൻഡ് ഫ്രണ്ട്സ് ഓർ പിയേഴ്സ് എന്ന് പറയാം. പിന്നെ ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. ഇപ്പോൾ ലൈക്ക് ആൽക്കഹോൾ കൺസംഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ സൈൻ ബോർഡാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സൈൻ ബോർഡുകളൊക്കെ നോക്കിയിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. Looking for danger signs. Okay, then next question.
The graph given below shows the level of the ovarian hormones in a normally menstruating woman during the follicular phase. അല്ലേ, ഈ ഗ്രാഫിൽ തന്നിരിക്കുന്നത് ഒവേറിയൻ ഹോർമോൺസിന്റെ ലെവലാണ്. പകുതിയെ കാണിച്ചിട്ടുള്ളൂ. ഒവേറിയൻ ഹോർമോൺസ് ഇൻ എ നോർമലി മെൻസ്ട്രേറ്റിംഗ് വുമൺ ഡ്യൂറിങ് ദ ഫോളിക്കുലാർ ഫേസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഒവേറിയൻ ഹോർമോൺസ് ഏതൊക്കെയാണ് വരുന്നത്? വി നോ ദാറ്റ് ദ ഒവേറിയൻ ഹോർമോൺസ് ആർ ദി ഈസ്ട്രജൻ ആൻഡ് ദി പ്രൊജസ്റ്റിറോൺ. അല്ലേ, ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എ ആൻഡ് ബി. എയും ബിയും എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഹോർമോൺ എന്താ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്? എ എന്ന് പറയുന്ന ഹോർമോൺ ഫോളിക്കുലാർ ഫേസിൽ വളരെ ലോ ആയിട്ട്, അല്ലേ, ഭയങ്കര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ. സോ ദാറ്റ് ഹോർമോൺ ഇസ് വാട്ട്? ഏതാണ് ആ ഹോർമോൺ? ഫോളിക്കുലാർ ഫേസിൽ വളരെ ലോവർ ആയിട്ട് കാണുന്ന ഹോർമോൺ ഇസ് ദി പ്രൊജസ്റ്റിറോൺ. ഇറ്റ് ഇസ് ദ പ്രൊജസ്റ്റിറോൺ. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്ന ഹോർമോൺ എന്താ? വാട്ട് ഇസ് ബി? നോക്കിക്കേ, ഫോളിക്കുലാർ ഫേസിലെത്തുമ്പോഴേക്കും ബി എന്ന് പറയുന്ന ഹോർമോൺ ഒന്ന് എലവേറ്റഡ് ആയിട്ട് വരുന്നു, isn't it? And see, അതിന് മുന്നേ എല്ലാം അതിങ്ങനെ വളരെ ലോ ലെവലിലാണ് കാണുന്നത്. പിന്നെ ഇറ്റ് ഇസ് ഗെറ്റിംഗ് എലവേറ്റഡ്, അല്ലേ, അതിങ്ങനെ ഇച്ചിരി റൈസ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് ഹോർമോൺ? ദാറ്റ് ഇസ് ഈസ്ട്രജൻ. ഓക്കെ, ദെൻ പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ദ ഹോർമോൺസ് ഇൻ ദ ലൂട്ടിയൽ ഫേസ്. ഇനി ഈ ഹോർമോൺ ലൂട്ടിയൽ ഫേസിലുള്ള ഈ രണ്ട് ഹോർമോണുകളുടെ ലെവൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈസ്ട്രജൻ്റെ ലെവൽ എങ്ങനെ ആയിരിക്കും വരിക? ഇവിടെ ഫോളിക്കുലാർ ഫേസ് ആയപ്പോഴേക്കും ഒന്ന് എലവേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ. ദെൻ ഇറ്റ് വിൽ ഗോ ഡൗൺ. ഇതൊന്ന് പതുക്കെ ഒരു ഡിപ്പ് വരുന്നു, ആൻഡ് പിന്നെ ഒന്ന് എലവേറ്റ് ചെയ്യുന്നു, വീണ്ടും പഴയ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. സോ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്. ഇങ്ങനെ പഴയ സ്റ്റേജിലേക്ക് ഇത് വരുന്നു. ആദ്യം ഒരു എലവേഷൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഒരു ഡിപ്പ് വരുന്നു, പിന്നെ അഗെയിൻ ഇറ്റ് ഇസ് എലവേറ്റഡ്, ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ഫോൾ ഡൗൺ. നേരത്തെ ലെവൽ എത്രയാണോ അങ്ങോട്ടേക്ക് അത് ഫോൾ ഡൗൺ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ഈസ്ട്രജൻ. ആൻഡ് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ എങ്ങനെയാണ് വരിക? പ്രൊജസ്ട്രോൺ എങ്ങനെയായിരിക്കും വരിക? ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കും, അല്ലേ. ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ആൻഡ് ദ സെക്കൻഡറി oocyte is released, ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റെമിനന്റ് എന്ത് പറ്റും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും, ആൻഡ് കോർപ്പസ് ലൂട്ടിയം വിൽ പ്രൊഡ്യൂസ്, ഇറ്റ് വിൽ സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊജസ്റ്റിറോണിൻ്റെ ലെവൽ അങ്ങ് നന്നായിട്ട് കൂടും, അല്ലേ. ലൂട്ടിയൽ ഫേസിൽ നന്നായിട്ട് അങ്ങ് കൂടും, ആൻഡ് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് വീണ്ടും പഴയതുപോലെ നേരെ ഒരു ഫോൾ ഔട്ട് ആയിരിക്കും എത്തുക, അല്ലേ. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നല്ലൊരു എലവേഷനായിട്ട് വന്നിട്ട് ഇറ്റ് വിൽ ഫോൾ ഡൗൺ, അല്ലേ. നല്ലൊരു എലവേഷൻ വന്നിട്ട് ഇറ്റ് വിൽ ഫോൾ ഡൗൺ. അടുത്ത ലെവൽ, അടുത്ത സൈക്കിളിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അത് നന്നായിട്ട് അങ്ങ് ഫോൾ ചെയ്ത് പോകുന്നു. ഓക്കെ, നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫങ്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്താ? ഇറ്റ് ഈസ് പ്രൊജസ്റ്റിറോൺ. ദ ഹോർമോൺ ഇസ് പ്രൊജസ്റ്റിറോൺ, ആൻഡ് പ്രൊജസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പ്രൊജസ്റ്റിറോൺ? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി, അല്ലേ. ആ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ആ എൻഡോമെട്രിയൽ ലൈനിങ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതുണ്ടെങ്കിലല്ലേ പ്രഗ്നൻസി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയുള്ളൂ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ. സോ പ്രൊജസ്റ്റിറോൺ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി. Okay, then next question. A DNA sequence is provided below. ഒരു DNA സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്, അല്ലേ. അപ്പോൾ DNA നമുക്കറിയാം ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും, ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. അപ്പോൾ ഒരു സ്ട്രാൻഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അതിൻ്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. അപ്പോൾ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? 3, ഇത് 5' to 3' ഡയറക്ഷനിലാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രാൻഡ് എങ്കിൽ, പുതിയ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫ്രം 3' to 5' ഡയറക്ഷനിലായിരിക്കും പോവുക, അല്ലേ. സോ ഒന്ന് എഴുതി നോക്കിയാലോ, എങ്ങനെയാണ് വരിക? കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ 3' to 5' ഡയറക്ഷനിലാണ് പോകുന്നത്, ആൻഡ് അഡിനിന് കോംപ്ലിമെന്ററി ആയിട്ട് വിൽ ഹാവ് തൈമിന് കോംപ്ലിമെന്ററി ആയിട്ട് അഡിനിൻ, ഗ്വാനിന് കോംപ്ലിമെന്ററി ആയിട്ട് സൈറ്റോസിന് ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ദെൻ ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, again ഗ്വാനിൻ, തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ,
തൈമിൻ ആൻഡ് അഡിനിൻ. ഇങ്ങനെയായിരിക്കും കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അവിടെ ഉണ്ടാവുക അല്ലേ. ദെൻ നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. DNA ട്രാൻസ്ക്രിപ്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ വാട്ട് ഇസ് DNA ട്രാൻസ്ക്രിപ്ഷൻ? DNA ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? DNAയിൽ നിന്ന് RNA ഉണ്ടായി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ RNA ഉണ്ടാവണമെങ്കിൽ വി നീഡ് വിച്ച് എൻസൈം? ഏത് എൻസൈം ആണ് നമുക്ക് അവിടെ വേണ്ടത്? ഇറ്റ് ഇസ് RNA പോളിമറേസ്. RNA പോളിമറേസ് എൻസൈം ആണ് അവിടെ വേണ്ടത്. ഓക്കെ, ആൻഡ് ഈ RNA ഉണ്ടായി വരുന്നത് എവിടെ നിന്നാ പറഞ്ഞത്? ഇറ്റ് ഈസ് ഫ്രം DNA അല്ലേ. അപ്പൊ RNA പോളിമറേസിന് എന്ത് പറയാം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എന്ന് പറയാം അല്ലേ. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNAയിൽ നിന്ന് ആണ് RNA ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഇസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ഇപ്പോൾ DNA റെപ്ലിക്കേഷൻ ആണെങ്കിൽ ഏത് ഹോർമോണാണ് വരിക? അത് DNA പോളിമറേസ് ആയിരിക്കും. DNAയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇറ്റ് ഇസ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഹിയർ ദ എൻസൈം ഇൻവോൾവ്ഡ് ഇസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. Okay, then last question. What would happen if both the strand of the DNA act as templates for transcription? അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ ഒരു സ്ട്രാൻഡ് മാത്രമാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. സപ്പോസ് ഈ സ്ട്രാൻഡ് ആണ്, ഈ 5' to 3' ഡയറക്ഷനിലുള്ള സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് വെക്കാം. എന്തായിരിക്കും വരുന്നത്? നേരെ തിരിച്ചു വരുന്ന സ്ട്രാൻഡ് എന്ന് പറയുന്നത് കോഡിങ് സ്ട്രാൻഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം DNA ട്രാൻസ്ക്രിപ്ഷൻ ഏത് ഡയറക്ഷനിലേ നടക്കുകയുള്ളൂ? 5' to 3' ഡയറക്ഷനിലേ നടക്കുകയുള്ളൂ. പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും 5' to 3' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ the other one will act as the coding strand and the template strand will be in the direction of 3' to 5'. 3'ൽ നിന്ന് 5' ഡയറക്ഷനിലേക്കായിരിക്കും ടെംപ്ലേറ്റിൻ്റെ റണ്ണിങ് വരുന്നത്. ആൻഡ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത് 5'ൽ നിന്ന് 3'ലേക്കായിരിക്കും ഉണ്ടാവുക അല്ലേ. ഇനി രണ്ട് സ്ട്രാൻഡിൽ നിന്നും എന്താ പറയുക, ഈ പറയുന്ന പോലെ RNA ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യത്തെ സ്ട്രാൻഡിൽ നിന്നും RNA ഉണ്ടാവുന്നു അല്ലേ. ഇതിൽ നിന്ന് സപ്പോസ് വി ആർ ഗെറ്റിംഗ് എൻ RNA സീക്വൻസ്, ഒരു mRNA സീക്വൻസ് ഇവിടെ ഉണ്ടായി എന്ന് വെക്കാം. ആൻഡ് ഇറ്റ് വിൽ കോഡ് ഫോർ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ അവിടെ കോഡ് ചെയ്യുന്നു അല്ലേ. ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് അടുത്ത DNA സ്ട്രാൻഡ് വരുന്നത് അല്ലേ. അപ്പോൾ അതും വേറൊരു ഡിഫറെൻറ്റ് mRNA ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ് mRNA വിൽ പ്രൊഡ്യൂസ് another സെറ്റ് ഓഫ് പ്രോട്ടീൻ. വേറെ സെറ്റ് ഓഫ് പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് പ്രോട്ടീൻസ് അവിടെ ഉണ്ടാവാം അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് മേ റിസൾട്ട് ഇൻ the formation of, it may result in the production of two sets of proteins. May result in the production of two sets of proteins എന്ന് നമുക്ക് പറയാം. Two different proteins. രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് അവിടെ ഉണ്ടാവും. ഇത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസത്തിനെ തന്നെ ബാധിക്കാം അല്ലേ. അതിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു റീസൺ എന്ത് പറയാം? കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള mRNAs ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. സി, ആദ്യത്തെ സ്ട്രാൻഡിൽ നിന്ന് ഒരു mRNA ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സ്ട്രാൻഡിൽ നിന്ന് ഒരു mRNA ഉണ്ടായിരുന്നു. രണ്ട് DNA സ്ട്രാൻഡ്സും കോംപ്ലിമെൻ്ററി ആണ്. സോ അവരിൽ നിന്ന് ഉണ്ടാവുന്ന mRNAയും കോംപ്ലിമെൻ്ററി ആവാം. സോ ഇറ്റ് മേ റിസൾട്ട് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ്, ഇറ്റ് ഓൾസോ മേ റിസൾട്ട് in the production of എന്താ? ഡബിൾ സ്ട്രാൻഡഡ് RNA. ഡബിൾ സ്ട്രാൻഡഡ് RNA. ആൻഡ് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടായാൽ എന്ത് നടക്കും? ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ RNAയുടെ ട്രാൻസ്ലേഷൻ നടക്കില്ല. ഓക്കെ, സോ ഡബിൾ സ്ട്രാൻഡഡ് RNA വന്നു കഴിഞ്ഞാൽ നോ ട്രാൻസ്ലേഷൻ നടക്കില്ല. ട്രാൻസ്ലേഷൻ നടന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ട്രാൻസ്ലേഷൻ നടന്നില്ലെങ്കിൽ അവിടെ പ്രോട്ടീനൊന്നും ഉണ്ടാവില്ല. നോ ട്രാൻസ്ലേഷൻ ആൻഡ് ദെൻ നോ പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ആകെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. സ്റ്റഡി വെൽ. ഓൾ ദ ബെസ്റ്റ്.